بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. ബഹുമാനമുള്ള നാട്ടുകാരെ, സ്നേഹമുള്ള രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പരമാവധി അറിഞ്ഞുൾക്കൊണ്ടുകൊണ്ട് ഈമാനും തഖ്വയുമുള്ളവരായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു അവൻ്റെ ദീൻ ചർച്ച ചെയ്യാനും പഠിക്കാനും നമ്മളീ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് സ്വാലിഹായ കർമ്മമായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഒരു പൊതുയോഗമാണ് ഇവിടെ നടക്കുന്നത്. ധാരാളം വിഷയങ്ങൾ ഈ സമൂഹത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യപൂർവം കാണുന്നത് ആരാധന അത് അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ലോകത്ത് വന്ന പ്രവാചകന്മാർ അഖിലവും അവരുടെ സമൂഹത്തെ പഠിപ്പിച്ച, സ്വാലിഹീങ്ങളെല്ലാം അവരുടെ സമൂഹത്തെ പഠിപ്പിച്ച, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് വിവിധ നാടുകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരുടെ സമൂഹത്തെ ക്ഷണിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനമായ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല എന്ന സന്ദേശമായിരുന്നു. ആ സന്ദേശത്തിലേക്കാണ് മുജാഹിദ് പ്രസ്ഥാനവും ഏറ്റവും പ്രാധാന്യത്തോടെ പ്രഥമമായ സ്ഥാനം നൽകിക്കൊണ്ട് ജനങ്ങളെ ക്ഷണിക്കുന്നു. ഈ കേരളക്കരയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ സാഹചര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തെരഞ്ഞെടുപ്പിന്റെ ചൂട് കയറിയിരിക്കുന്ന സമയമാണ്. ആരാണ് ഇനി അടുത്ത 5 കൊല്ലം കേരള സംസ്ഥാനം ഭരിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റം വാശിയേറിയ മത്സരം നടക്കാനിരിക്കുകയാണ്. ആ നിലക്ക് വളരെ വാശിയോടുകൂടെയുള്ള അത്തരം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, പ്രഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ
ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾക്ക് എന്താണ് പ്രസക്തി എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള വായു ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു നൽകിയിട്ടുള്ള വെള്ളം കുടിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു നൽകിയ ആഹാരം കഴിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഓരോ അനുഗ്രഹങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് ഇവിടെയുള്ള സകല മനുഷ്യരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദിയാവാൻ, ആ അനുഗ്രഹങ്ങൾക്ക് അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ, അതിന് അല്ലാഹു പറയുന്നത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്നതാണ്. ആരാധനയുടെ എല്ലാ വശങ്ങളും ആ പടച്ച തമ്പുരാന് മാത്രം സമർപ്പിക്കണമെന്നാണ്. ആ സമർപ്പണത്തിൽ അല്ലെങ്കിൽ അല്ലാഹുവിന് മാത്രം അർപ്പിക്കേണ്ടുന്ന ആ ആരാധന അല്ലാഹു അല്ലാത്ത ആർക്കെങ്കിലും അർപ്പിച്ചാൽ, അത് കല്ലിനായാലും മരത്തിനായാലും അമ്പിയാക്കൾക്കായാലും ഔലിയാക്കൾക്കായാലും അല്ലാഹു അല്ലാത്ത ആർക്കർപ്പിച്ചാലും അല്ലാഹു പറയുന്നത് അത് ശിർക്കാണ്. അതേപോലെ തന്നെ അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത ഏറ്റവും വലിയ പാതകമാണ് എന്നാണ്. അതുകൊണ്ട് ആ പാതകത്തെക്കുറിച്ചാണ്, ആ ഏറ്റവും വലിയ കുറ്റത്തെക്കുറിച്ചാണ് ലോകത്ത് വന്ന അമ്പിയാക്കളെല്ലാം ഏറ്റവും വലിയ സ്ഥാനം നൽകിക്കൊണ്ട്, ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ട്, പ്രധാനമായ സ്ഥാനം നൽകിക്കൊണ്ട് അവരുടെ നാട്ടിലുള്ള ജനങ്ങളെ ക്ഷണിച്ചത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതും അങ്ങനെ തന്നെയാണ്. തന്റെ സഹാബത്തിനെ വിവിധങ്ങളായ സ്ഥലങ്ങളിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി അയക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയാറുണ്ടായിരുന്നു, ഫല്യകുൻ അവ്വല മാ തദ്ഉഹും ഇലൈഹി ഷഹാദത അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ഒന്നാമതായി ക്ഷണിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശത്തിലേക്ക് ആയിരിക്കണമെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബത്തിനെ പഠിപ്പിച്ചത്. ആ മാർഗം സ്വീകരിച്ചുകൊണ്ടാണ് മുജാഹിദുകളും അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള വിഷയം ഏറ്റവും പ്രാധാന്യത്തോടെ പറയുന്നത്. ഇത് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കലല്ല, ഭിന്നിപ്പുണ്ടാക്കലല്ല, മറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഈ നാട്ടിലുള്ള സകല മുസ്ലിങ്ങളെയും ഒന്നിപ്പിക്കുക, ആ നിലക്ക് അവരെ നന്നാക്കുക എന്നത് മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. ഇനി ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ഇന്നിവിടെ നമുക്ക് ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന വിഷയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന പേരിൽ നമ്മുടെയൊക്കെ നാടുകൾ നടന്നു വരുന്ന ഒരു ആഘോഷമുണ്ട്, മൗലിദാഘോഷം. ആ ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് ഇസ്ലാമിൽ ഉള്ളതാണോ അതല്ല ഇസ്ലാമിന്റെ പുറത്തുള്ളതാണോ, മുസ്ലിങ്ങൾ ചെയ്യേണ്ട ആഘോഷമാണോ അല്ലെങ്കിൽ അവർ കൊണ്ടു നടക്കേണ്ടുന്ന പ്രവർത്തനമാണോ എന്നത് വിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമുക്കൊരു കാര്യം നമ്മുടെ മനസ്സിൽ നല്ലതാണെന്ന് തോന്നുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യം ഖൈറാണ്, ഇന്ന കാര്യം സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതാണ് എന്ന് നമ്മുടെ ബുദ്ധി കൊണ്ട് തോന്നുന്ന കാര്യങ്ങൾ അത് നല്ലതായിക്കൊള്ളണമെന്നില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ ഇവിടെ പഠിപ്പിച്ചൊരു ആദർശമുണ്ട്. ആ ആദർശം സ്വീകരിക്കുന്ന ആളുകൾക്ക് മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു പറഞ്ഞുവല്ലോ, വമയ്യുതിഇല്ലാഹ വർ-റസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. അല്ലാഹു വളരെ വ്യക്തമാക്കുകയാണ്, വമയ്യുതിഇല്ലാഹ വർ-റസൂല, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും ആർ അനുസരിക്കുന്നുവോ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അവർ അല്ലാഹു അനുഗ്രഹിച്ചവർക്കൊപ്പമാണ് സ്വർഗത്തിൽ. അല്ലാഹു അനുഗ്രഹിച്ച ആളുകൾക്കൊപ്പമാണ് അവർ സ്വർഗത്തിൽ. ആരൊക്കെയാണെന്നോ മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, ഈ 4 വിഭാഗങ്ങൾക്കൊപ്പമാണ് അവർ സ്വർഗത്തിൽ. വഹസുന ഉലൈക റഫീഖാ, അവർ എത്ര നല്ല കൂട്ടുകാരാണ് സ്വർഗത്തിൽ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. അങ്ങനെ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ആദർശം എന്താണോ ആ ആദർശം സ്വീകരിക്കുന്നവർക്കേ രക്ഷയുള്ളൂ, അവർക്ക് മാത്രമേ മോക്ഷമുള്ളൂ, അവർക്ക് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമാകൂ, അവർക്ക് മാത്രമേ നരകത്തിൽ രക്ഷപ്പെടാൻ സാധ്യമാകൂ. ഈ വിഷയത്തിൽ നമ്മുടെ നാട്ടിലുള്ള സുന്നികൾക്കോ മുജാഹിദുകൾക്കോ അഭിപ്രായ വ്യത്യാസമില്ല. ആ അല്ലാഹുവിന്റെ ആദർശം, വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ആദർശം, അത് സ്വീകരിക്കുന്നവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. നമ്മളെല്ലാവരും സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ 23 വർഷക്കാലത്തെ പ്രവാചകത്വ ജീവിതത്തിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വിശദീകരണമുണ്ട്. ആ തന്റെ പ്രവർത്തനത്തിലൂടെ, തന്റെ സംസാരത്തിലൂടെ, തന്റെ അംഗീകാരത്തിലൂടെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രവാചകത്വ ജീവിതത്തിലൂടെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്
ആ വിശുദ്ധ ഖുർആന്റെ വിശദീകരണമായി വിവരണമായി നമ്മൾ സ്വീകരിക്കേണ്ടത്. അത് സ്വീകരിക്കുന്നവർക്കാണ് വിജയമുള്ളത്. ഇനി നോക്ക്, നമ്മള് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അധ്യാപനം ഇവിടെ പൂർത്തിയാക്കിയിട്ടില്ലേ? ഒരാൾ ഇസ്ലാമിലാകാൻ, അല്ലെങ്കിൽ ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ, അല്ലെങ്കിൽ ഒരാൾ നരകത്തിൽ രക്ഷപ്പെടാൻ എന്തുണ്ട് മാർഗം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിച്ചിട്ടില്ലേ? പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നത് സ്വീകരിക്കുന്നവർക്കാണ് സ്വർഗമുള്ളത്, ഇന്നത് സ്വീകരിക്കുന്നവർക്ക് നരകമാണ്. ഇത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, ഇവിടെ ദീൻ അത് കൃത്യമായി പൂർണ്ണമാക്കിയ ശേഷമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയത്. ഇസ്ലാം ദീൻ പൂർത്തിയാക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു വഫാത്താക്കിയിട്ടില്ല. അല്ലാഹു പറഞ്ഞില്ലേ, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, നിങ്ങളുടെ ദീൻ, നിങ്ങളുടെ മതം ഞാൻ നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു, ഇനി അതിൽ കൂട്ടേണ്ടതില്ല, ഒന്നും അതിന് കുറയ്ക്കേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അതേപോലെ തന്നെ സൂറത്തുൽ ഹശ്റിൽ കാണാൻ സാധിക്കും, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. വമാ ആതാകുമുർ റസൂലു, അല്ലാഹു എന്താണോ നിങ്ങൾക്ക് ദീനിയായ വിഷയമായി കൊണ്ടുവന്നത്, എന്താണോ ദീനായി നിങ്ങൾ പഠിപ്പിച്ചത്, ഫഖുദൂഹു, അത് നിങ്ങൾ സ്വീകരിക്കണം. വമാ നഹാകും അൻഹു, അതേപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ എന്താണോ നിങ്ങൾക്ക് വിരോധിച്ചത്, ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ വിട്ടുനിൽക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോ ഇവിടെ പൂർണ്ണമാക്കപ്പെട്ട, പൂർത്തിയാക്കപ്പെട്ട വിശുദ്ധ ദീനുൽ ഇസ്ലാം, അതിലൊന്നും കൂട്ടാൻ നമുക്ക് അവകാശമില്ല, അനുവാദമില്ല. അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാൻ നമുക്ക് അവകാശമില്ല, അനുവാദമില്ല. അല്ലാഹു എന്താണോ പഠിപ്പിച്ചത്, അതിന് റസൂൽ എന്താണോ വിശദീകരിച്ചത്, ആ രൂപത്തിൽ സ്വീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ നിർവാഹമില്ല. ഇനി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ മാർഗത്തിൽ തെറ്റിപ്പോയിക്കൊണ്ട്, അല്ലെങ്കിൽ ഖുർആനും സുന്നത്തും സ്വീകരിക്കാതെ അതിന്റെ അപ്പുറത്തേക്കാണ് പോകുന്നതെങ്കിലോ അയാൾ വ്യക്തമായ വഴികേടിലാണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വ സുന്നത നബിയിഹി. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവിടുത്തെ മുവത്വ എന്ന ഹദീസിന്റെ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്, തറക്തു ഫീകും അംറൈൻ, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വിട്ടേച്ച് ഞാൻ പോവുകയാണ്, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വിട്ടേച്ച് പോകുന്നു. ആ രണ്ട് കാര്യങ്ങളും നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ, അവ രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം വഴിതെറ്റുന്ന പ്രശ്നമില്ല. ഏതൊക്കെയാണ് കാര്യങ്ങൾ? ഒന്ന്, കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ്. രണ്ടാമത്തേതോ വസുന്നത നബിയിഹി, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്താണ്. ഈ രണ്ട് കാര്യങ്ങളും മുറുകെ പിടിക്കുന്ന ഒരു മനുഷ്യൻ വഴിതെറ്റുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇതാണ് മുജാഹിദുകൾ പറയുന്നത്. നമുക്കിടയിൽ മതപരമായ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, ഭിന്നതകൾ ഉണ്ടാകാം. പക്ഷേ അത് ഒരു കേന്ദ്രത്തിലേക്ക് മടക്കിയാൽ, ഒരു പ്രമാണത്തിലേക്ക് മടക്കിയാൽ അതിന് പരിഹാരം ലഭിക്കണം. ഏതാണ് ആ കേന്ദ്രം, ഏതാണ് ആ പ്രമാണം? വിശുദ്ധ ഖുർആനാണ്, പ്രവാചകന്റെ ഹദീസാണ്. അല്ലാഹു പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ റസൂലിനെ അനുസരിക്കണം, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ അനുസരിക്കണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ, നിങ്ങൾക്ക് മതപരമായ വിഷയത്തിൽ വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നുവെങ്കിൽ എന്തു ചെയ്യണം? ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, അല്ലാഹുവിലേക്കും അല്ലാഹുവിന്റെ റസൂലിലേക്കും നിങ്ങൾ മടക്കണം. അപ്പൊ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം, അതിൽ പരിഹാരം കണ്ടെത്തണം. അഥവാ അതിൽ പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ലേ, പിന്നെ എന്നെന്നും അഭിപ്രായ വ്യത്യാസത്തിലായിരിക്കും എന്നാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, മുജാഹിദുകൾ പറയുന്നു, പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ട് ഇവിടെ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പ്രവാചകനെ സ്നേഹിക്കണോ വേണ്ട എന്ന വിഷയത്തിലല്ല ഭിന്നത ഉള്ളത്. പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചെല്ലണോ വേണ്ട എന്ന വിഷയത്തിലല്ല ഭിന്നതയുള്ളത്. റസൂലുള്ളാഹി ദിക്ർ ചെല്ലണോ എന്ന വിഷയത്തിലല്ല ഭിന്നതയുള്ളത്. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ
റസൂലുള്ള ജനിച്ച റബീഉൽ അവ്വൽ മാസത്തിൽ എന്തെങ്കിലും ഒരു ആഘോഷം നടത്താൻ രേഖയുണ്ടോ, നബിദിനാഘോഷം നടത്താൻ രേഖയുണ്ടോ എന്നിടത്താണ് ഭിന്നതയുള്ളത്. ആ വിഷയം നമ്മൾ ഖുർആനിലേക്ക് മടക്കിയാൽ, പ്രവാചകന്റെ സുന്നത്തിലേക്ക് മടക്കിയാൽ തീർപ്പുണ്ടാകണം, പരിഹാരമുണ്ടാകണം. അഥവാ പരിഹാരമുണ്ടായിരിക്കും. ആ പരിഹാരമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. മതപരമായ എല്ലാ വിഷയങ്ങളും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു വിഷയം ഇന്നത് നല്ലതല്ലേ എന്ന് നമ്മുടെ ബുദ്ധിക്ക് തോന്നുന്നുവെങ്കിൽ അത് നല്ലതാണെന്ന് കണ്ടെത്തിക്കൊണ്ട് ചെയ്യാനുള്ള അവകാശം നമുക്കില്ല. അല്ലെങ്കിൽ ഈ പ്രമാണങ്ങൾ കൊണ്ട്, വിശുദ്ധ ഖുർആൻ കൊണ്ടും പ്രവാചകന്റെ ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട ഒരു കാര്യം അത് നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റിവെക്കാൻ നമുക്ക് നിർവാഹമില്ല. നോക്കൂ, നമ്മള് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അയ്യുഹന്നാസ് ലൈസ ശൈഉൻ യുഖർരിബുകും ഇലൽ ജന്ന വയുബാഇദുകും മിനൻ നാർ ഇല്ലാ ഖദ് അമർതുകും ബിഹി. ജനങ്ങളെ, നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് അകറ്റുന്ന എന്തെല്ലാം പുണ്യകർമ്മങ്ങളുണ്ടോ അതെല്ലാം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ റസൂൽ പറയുകയാണ്, വലൈസ ശൈഉൻ യുഖർരിബുകും മിനൻ നാരി വയുബാഇദുകും മിനൽ ജന്ന ഇല്ലാ ഖദ് നഹൈതുകും അൻഹു. നിങ്ങളെ നരകത്തിലേക്ക് അടുപ്പിക്കുന്ന, സ്വർഗത്തിൽ നിന്ന് അകറ്റുന്ന എന്തെല്ലാം തെറ്റുകളുണ്ടോ ആ തെറ്റുകളെ കുറിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് വിരോധവും നൽകിയിട്ടുണ്ട്, വിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് കൂട്ടാൻ അവകാശമില്ല, ഇന്നത് ചീത്തയല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് റസൂലുള്ള പഠിപ്പിച്ച കാര്യം ഒഴിവാക്കാനും നിർവാഹമില്ല. അല്ല എന്താണോ പഠിപ്പിച്ചത്, റസൂൽ എന്താണോ പഠിപ്പിച്ചത്, അത് ആ നിലയ്ക്ക് ചെയ്യുക എന്നർത്ഥം. അല്ലാഹു പറഞ്ഞില്ലേ സഹോദരങ്ങളെ, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിതും, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ആ റസൂലിന് സഹിക്കാൻ സാധ്യമല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ദുനിയാവിലാവട്ടെ പരലോകത്താവട്ടെ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുന്നത് സഹിക്കാൻ അല്ലാഹുവിന്റെ റസൂലിന് സാധ്യമല്ല. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ വിഷയത്തിൽ അതിയായി താല്പര്യമുള്ളവനാണ് ആ പ്രവാചകൻ. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, വിശ്വാസികളായ ആളുകളോട് അതിയായി ദയാവായ്പുള്ളവനാണ് ആ പ്രവാചകൻ, അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനാണ് ആ പ്രവാചകൻ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മോടുള്ള സ്നേഹം, കാരുണ്യം, വാത്സല്യത്തെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. അപ്പൊ ചുരുക്കത്തിൽ അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് സ്നേഹമുണ്ട്, നമ്മൾ സ്വർഗത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ട്, നരകത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടാകുമല്ലോ, എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. മതപരമായ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, എത്രത്തോളം എന്ന് ചോദിച്ചാൽ നമ്മൾ നിസ്സാരമെന്ന് ഗണിക്കുന്ന കാര്യങ്ങള്, മലമൂത്ര വിസർജനങ്ങൾക്ക് വേണ്ടി പ്രവേശിക്കുമ്പോൾ ഏത് പ്രാർത്ഥന ചെല്ലണം എന്ന് പോലും റസൂൽ പഠിപ്പിച്ചില്ലേ? ഏത് കാലെടുത്തു വെച്ച് പ്രവേശിക്കണമെന്ന് പോലും റസൂൽ പഠിപ്പിച്ചില്ലേ? പുറത്തിറങ്ങുമ്പോ എന്ത് ചെല്ലമെന്ന് റസൂൽ പഠിപ്പിച്ചില്ലേ? ഏത് കാലെടുത്ത് ഇറങ്ങണമെന്ന്, പുറത്തിറങ്ങണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചില്ലേ? രാത്രി ഉറങ്ങുന്ന സമയത്ത് ആ വിരിപ്പ് തട്ടിക്കൊട്ടി വൃത്തിയാക്കിയ ശേഷമായിരിക്കണം നിങ്ങൾ ഉറങ്ങേണ്ടത് എന്ന് റസൂൽ പഠിപ്പിച്ചില്ലേ? രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് അടുപ്പിലെ തീയൊക്കെ അണച്ച ശേഷമായിരിക്കണം നിങ്ങൾ ഉറങ്ങാൻ പോവേണ്ടത് എന്ന് പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ ചെറുതല്ലേ നമ്മൾ വിചാരിക്കുന്ന കാര്യം പോലും അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുപോവുകയില്ല. മതപരമായ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു സ്വലാത്ത് പുണ്യമുണ്ടോ അത് റസൂൽ പഠിപ്പിച്ചിരിക്കും. ഒരു ദിക്ർ പുണ്യമുണ്ടോ റസൂൽ പഠിപ്പിച്ചിരിക്കും. ഒരു അന്നദാനം പുണ്യമുണ്ടോ റസൂൽ പഠിപ്പിച്ചിരിക്കും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ഇനി നോക്കൂ, അങ്ങനെ പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനിന്റെ പേരിൽ ചെയ്യാൻ പാടില്ല. ഇസ്ലാമിന്റെ പേരിൽ അത്തരം നിലനിൽക്കുന്ന റസൂൽ പഠിപ്പിച്ചിട്ടില്ലാത്ത, തന്റെ ഖൗല് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത, തന്റെ ഫിഅല് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത, തന്റെ തഖ്രീർ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത ആചാരങ്ങൾക്കാണ് സാധാരണഗതിയിൽ ബിദ്അത്ത് അല്ലെങ്കിൽ അനാചാരങ്ങൾ എന്ന് പറയുന്നത്.
ആ അനാചാരങ്ങൾ അത് നിസ്കാരത്തിന്റെ പേരിലാണെങ്കിലും ഒഴിവാക്കണം, നോമ്പിന്റെ പേരിലാണെങ്കിലും ഒഴിവാക്കണം, അതേപോലെ സ്വലാത്തിന്റെ പേരിലാണെങ്കിലും ഒഴിവാക്കണം. എന്തിന്റെ പേരിലാണെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ലേ, എന്നാൽ ആ നിസ്കാരം പറ്റില്ല, എന്നാൽ ആ നോമ്പ് പറ്റില്ല. നിസ്കാരമല്ലേ, നോമ്പല്ലേ, സ്വലാത്തല്ലേ, ദിക്റല്ലേ, അന്നദാനമല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ സ്വീകരിക്കണം, ഇല്ലെങ്കിൽ ഒഴിവാക്കണം. ഇതാണ് റസൂൽ പഠിപ്പിച്ചത്. റസൂൽ പറഞ്ഞല്ലോ, മൻ അഹ്ദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മൻ അഹ്ദഥ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ വിഷയത്തിൽ, മതത്തിന്റെ വിഷയത്തിൽ അതിലില്ലാത്തത് ആരെങ്കിലും കടത്തിക്കൂട്ടിയാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്, വർജ്യമാണ്, അസ്വീകാര്യമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. മൻ അമില അമലൻ, ആരെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ ലൈസ അലൈഹി അംറുനാ, നമ്മൾ നിലകൊണ്ടിട്ടില്ലാത്ത, അഥവാ നമ്മുടെ കാര്യം അതിലല്ല, ആ നിലക്ക് നാം നിലകൊണ്ടിട്ടില്ലാത്ത ഒരു പ്രവൃത്തി ആരെങ്കിലും ചെയ്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. അത് നിസ്കാരത്തിന്റെ പേരിലാണെങ്കിൽ സ്വീകരിക്കാമെന്നല്ല റസൂൽ പറയുന്നത്, നോമ്പിന്റെ പേരിലാണെങ്കിൽ അത് സ്വീകരിക്കാമെന്നല്ല റസൂൽ പറയുന്നത്, റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നതിന്റെ പേരിലാണെങ്കിൽ സ്വീകരിക്കാമെന്നല്ല റസൂൽ പറയുന്നത്, ദിക്റിന്റെ പേരിലാണെങ്കിൽ സ്വീകരിക്കാമെന്നല്ല റസൂൽ പറയുന്നത്. റസൂൽ പഠിപ്പിക്കാത്ത കാര്യം അത് നിസ്കാരമായാലും നോമ്പായാലും എന്തിന്റെ പേരിലായാലും ശരി അത് ഒഴിവാക്കണമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇതാണ് മുജാഹിദുകളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൽ സ്ഥിരപ്പെടാത്ത, റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ സ്ഥിരപ്പെടാത്ത കാര്യങ്ങള് ദീനിന്റെ പേരിൽ ചെയ്യാൻ പാടില്ല. നല്ലതല്ലേ നമുക്ക് തോന്നിയാലും ശരി, നമ്മൾ അറിയില്ലേ, നമ്മൾ കേട്ടതല്ലേ, റസൂലുള്ളാഹിന്റെ കാലത്ത് 3 മനുഷ്യന്മാര് റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ടോ ഇവർ വന്നതെന്തിനാ? റസൂലുള്ളാഹിന്റെ നിസ്കാരത്തെ കുറിച്ച് പഠിക്കാൻ, റസൂലുള്ളാഹിന്റെ നോമ്പിനെ കുറിച്ച് പഠിക്കാൻ, റസൂലുള്ളാഹിന്റെ കുടുംബജീവിതത്തെ കുറിച്ച് പഠിക്കാൻ വന്നവരാണ്. ആ വന്ന സന്ദർഭത്തിൽ റസൂലുള്ള വീട്ടിലില്ല. അപ്പോ റസൂലുള്ളാഹിന്റെ ഭാര്യയോട് ഇവര് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ നോമ്പ് എങ്ങനെയാണ്, റസൂലുള്ളാഹിന്റെ നിസ്കാരം എങ്ങനെയാണ്, കുടുംബജീവിതം എങ്ങനെയാണ്, ഓരോന്നും അന്വേഷിച്ചപ്പോ റസൂലുള്ളാഹിന്റെ ഭാര്യ ഓരോന്നും വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ ഓരോന്ന് കേട്ടപ്പോ ഇവർക്ക് തോന്നി, ഇതിലേശം കുറവാണല്ലോ, ഇത്രയൊന്നും പോരല്ലോ എന്നൊരു തോന്നൽ. ഒന്നും പോരല്ലോ. കാരണം എന്താ? റസൂലിനെ സംബന്ധിച്ച് ഭാര്യ വിശദീകരിച്ചു കൊടുക്കാണ്. റസൂല രാത്രി മുഴുവൻ സമയം നിസ്കാരമല്ല, നിസ്കരിക്കാതെ ഉറങ്ങാറുണ്ട്, കുറേ സമയം ഉറങ്ങാറുണ്ട്. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത്, ഈ 3 ആളുകൾ റസൂലുള്ളാഹിന്റെ വീട്ടിൽ വന്നു. റസൂലുള്ളാഹിന്റെ നിസ്കാരത്തെ പറ്റി പഠിക്കാൻ, നോമ്പിനെ പറ്റി പഠിക്കാൻ, കുടുംബജീവിതം എങ്ങനെയാണ് എന്ന് പഠിക്കാൻ വന്നവരാ. അങ്ങനെ റസൂലുള്ളാഹിന്റെ ഭാര്യ വിശദീകരിച്ചു കൊടുക്കുന്നു, രാത്രിയിൽ മുഴുവൻ സമയം നമസ്കാരമല്ല, കുറെ സമയം ഉറങ്ങാറുമുണ്ട് റസൂൽ. ജീവിതകാലം മുഴുവൻ നോമ്പല്ല റസൂലുള്ളാഹിക്കുള്ളത്, നോമ്പില്ലാത്ത എത്രയോ ദിവസങ്ങൾ റസൂലുള്ളാഹിക്കുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോ ഇവർക്കൊരു തോന്നൽ, എന്ത്? ഫലമ്മാ ഉഖ്ബിറൂ കഅന്നഹും തഖാല്ലൂഹാ, ഇവർക്ക് തോന്നി ഇത് ലേശം കുറവാണല്ലോ, ഇത്രയൊന്നും പോരല്ലോ, പ്രവാചകനൊക്കെ ആകുമ്പോ ഫുൾ ടൈം രാത്രി നിസ്കരിക്കണ്ടേ, ഇവർ ചിന്തിക്കുകയാണ്. അതേപോലെ തന്നെ എല്ലാ ദിവസവും കാലം മുഴുവൻ നോമ്പ് നോൽക്കണ്ടേ റസൂലൊക്കെ ആകുമ്പോ, പിന്നെ വിവാഹം ചെയ്യാന്നൊക്കെ പറഞ്ഞൊക്കെ റസൂൽ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ നിലക്കാണ് ഇവർ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിച്ച് ഇവരൊരു പ്രതിജ്ഞ ചെയ്തു പോവുകയാണ് ഓരോരുത്തരും. ഒരാൾ പറഞ്ഞു, ഞാൻ രാത്രിയിൽ എല്ലാ ദിവസവും ഫുൾ ടൈം നിസ്കാരം തന്നെയായിരിക്കും എനിക്ക്, നിസ്കാരമില്ലാത്ത ഒരു രാത്രി എനിക്കുണ്ടാവില്ല, മുഴുവൻ സമയം ഞാൻ ഉറങ്ങാതെ എല്ലാ ദിവസവും രാത്രി നിസ്കരിക്കുമെന്ന് ഒരാൾ പ്രതിജ്ഞ ചെയ്തു. നല്ലതാണ്, നിസ്കാരമാണല്ലോ അല്ലേ. നമുക്ക് വരാം വിഷയത്തിലേക്ക്. രണ്ടാമത്തെ ആൾ പറഞ്ഞു, നോമ്പ് ഞാൻ ഇനി എല്ലാ ദിവസവും നോമ്പ് തന്നെയായിരിക്കും എനിക്ക്, നോമ്പില്ലാത്തൊരു ദിവസവും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നീ മനുഷ്യൻ പ്രതിജ്ഞ ചെയ്യുകയാണ്. മൂന്നാമത്തെ ആള് പറഞ്ഞു, ഞാൻ വിവാഹം പോലും ചെയ്യില്ല, വിവാഹം ചെയ്താല് ഭാര്യ മക്കള് എന്നിങ്ങനെ ആരാധനാ കാര്യങ്ങൾക്ക് തടസ്സമാണ്, അതുകൊണ്ട് വിവാഹം പോലും ചെയ്യില്ല എന്ന് പറഞ്ഞു ആവേശോജ്വലമായ 3 പ്രതിജ്ഞകളുമായി ഈ ആളുകൾ ഇറങ്ങിപ്പോവുകയാണ്. റസൂലുള്ളാഹി വന്നു, ഭാര്യ വിവരം പറഞ്ഞു, ഇവരെ വിളിപ്പിച്ചു, ചോദിച്ചു, അല്ല നിങ്ങളാണോ ഇങ്ങനെയൊക്കെ ഓരോ പ്രതിജ്ഞ എടുത്തു പോയത്? അതേ റസൂലെ, ഞങ്ങൾ തന്നെയാണ്. ആ സമയത്ത് റസൂല് ചോദിച്ചത് എന്താ? നിങ്ങൾ നിസ്കാരല്ലേ, ഓക്കെ നടത്തിക്കോ, നോമ്പല്ലേ നടത്തിക്കോ എന്നല്ല സഹോദരങ്ങളെ. റസൂലുള്ളാഹി പറയുകയാണ്, ഇന്നി ലഅഖ്ശാകും ലില്ലാഹി വഅത്ഖാകും ലഹു, നിങ്ങളെക്കാൾ അല്ലാഹുവിനെ ഭയമുള്ളവൻ ഞാനാണ്, അല്ലാഹുവിനേക്കാൾ നിങ്ങളെക്കാൾ തഖ്വയുള്ളത് എനിക്കാണ്.
മാത്രമല്ല അങ്ങനെയുള്ള ഞാൻ ഇന്നി ഉസല്ലി വഅർഖുദു, ഞാൻ രാത്രി നിസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുമുണ്ട്. ഉറക്കമൊഴിച്ചുകൊണ്ടല്ല, അഥവാ തീരെ ഉറങ്ങാതെയല്ല നിസ്കരിക്കാറുള്ളത്. അതേപോലെ തന്നെ വാസൂമു വഉഫ്തിറു, ഞാൻ നോമ്പ് നോൽക്കാറുണ്ട്. നോമ്പില്ലാത്ത എത്രയോ ദിവസങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട് എന്നിങ്ങനെ റസൂൽ പറയുകയാണ്. വതസവ്വജുൻ നിസാ, ഞാൻ വിവാഹം ചെയ്യാറുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റസൂൽ പറഞ്ഞിട്ട് പറയുകയാണ്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ സുന്നത്ത് ഇതാണ്, ആ സുന്നത്തിനോട് ആരെങ്കിലും വെറുപ്പ് കാണിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. സഹോദരങ്ങളെ, ഈ മൂന്നാളുകൾ സുന്നത്തിനോട് വെറുപ്പ് കാണിച്ചോ? ഈ മൂന്നാളുകൾ സുന്നത്തിന് വെറുത്തതാണോ? അല്ല. നിസ്കാരത്തോട് സ്നേഹമുള്ള, നോമ്പിനോട് സ്നേഹമുള്ള, അതേപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളോട് സ്നേഹമുള്ള ആളുകളാണ് ഇവര്. എന്നിട്ട് അവർ പറഞ്ഞത് എന്താണ്? അവരോട് റസൂൽ പറഞ്ഞത് എന്താണ്? ഞാൻ പഠിപ്പിക്കാത്തൊരു നിസ്കാരം പാടില്ല, ഞാൻ പഠിപ്പിക്കാത്തൊരു നോമ്പ് പാടില്ല, ഞാൻ പഠിപ്പിക്കാത്തൊരു ആരാധനാക്കാര്യം അത് പാടില്ല എന്നാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പൊ നിസ്കാരമല്ലേ എന്ന് കരുതി നമ്മൾ അത് നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കാനുള്ള അനുമതി നമുക്കില്ല. ഉണ്ടായിരുന്നെങ്കിൽ ആ മൂന്നാളുകൾക്ക് റസൂൽ അത് വകവെച്ചു കൊടുക്കണ്ടേ? അവർക്കത് വകവെച്ച് കൊടുത്തില്ല. റസൂല് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു നോമ്പില്ല, റസൂൽ പഠിപ്പിക്കാത്തൊരു നോമ്പ് അതില്ല, റസൂൽ പഠിപ്പിക്കാത്തൊരു കുടുംബജീവിതം അതില്ല, റസൂൽ പഠിപ്പിക്കാത്ത ഒരു നമസ്കാരം അതില്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇനി നോക്ക്, നമ്മള് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം കൂഫയിലെ പള്ളിയിൽ ഒരു സംഭവം ഉണ്ടായി. എന്താ സംഭവം എന്നോ? അബൂ മുസ്അൽ അശ്അരി റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് കടന്നു വരികയാണ്. ആ സന്ദർഭത്തിൽ ഏതാനും ആളുകൾ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഒരു ദിക്ർ ഹൽഖ നടത്തുന്നു. ഒരു തരം ദിക്ർ ഹൽഖയാണ്. ഹൽഖയായി വട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നേതാവ് വിളിച്ചു പറയുകയാണ്, കബ്ബിറൂ മിആ, 100 വട്ടം അല്ലാഹു അക്ബർ എന്ന് പറയൂ. അപ്പൊ നെയ്യും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു തരം എണ്ണം പിടിക്കൽ. ഓരോ പ്രാവശ്യവും അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ ഓരോ കല്ലെടുത്ത് വെച്ചുകൊണ്ട് റസൂൽ പഠിപ്പിക്കാത്ത രൂപത്തിലുള്ള ഒരു തക്ബീർ ചൊല്ലൽ, ഒരു ദിക്ർ ചൊല്ലൽ അവിടെ നടക്കുകയാണ്. അതേപോലെ സബ്ബിഹൂ മിആ, ഹല്ലിലൂ മിആ എന്നിങ്ങനെ ഓരോന്ന് സുബ്ഹാനല്ലാഹ് 100 വട്ടം പറയൂ, അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 വട്ടം പറയൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് റസൂലുള്ള പഠിപ്പിക്കാത്ത ഒരു പ്രത്യേക രീതിയിൽ, ഒരു പ്രത്യേക സ്വഭാവത്തിൽ ഒരു ദിക്ർ ഹൽഖ നടക്കുകയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഇതാ പള്ളിയിൽ ഇങ്ങനെ ഒരു ഏർപ്പാട് നടക്കുന്നുണ്ട്. രണ്ടുപേരും കൂടെ പള്ളിയിലേക്ക് വന്നു. എന്നിട്ടോ ഈ ആളുകളെ ആട്ടിയോടിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ആ അല്ലാഹു അക്ബർ ചൊല്ലിയ ആളുകളെ ആട്ടിയോടിക്കുകയാണ്. പള്ളിയിൽ ദിക്ർ ഹൽഖ നടത്തിയ ആളുകളെ ആട്ടിയോടിക്കുകയാണ്. പള്ളിയിൽ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയ ആളുകൾ ആട്ടിയോടിക്കുകയാണ്. പള്ളിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയ ആളുകൾ ആട്ടിയോടിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ സഹാബത്ത് നമ്മൾ മനസ്സിലാക്കണം. എന്താ കാരണം? ആ റസൂൽ പഠിപ്പിക്കാത്ത ഒരു പ്രത്യേക സ്വഭാവത്തിൽ, ഒരു പ്രത്യേക രീതിയിൽ അവരൊരു ദിക്ർ ഹൽഖ നടത്തി എന്നതാണ്. അല്ലാതെ ദിക്റിനെയല്ല അദ്ദേഹം എതിർത്തത്, ആ സഹാബത്ത് എതിർത്തത്. അതേപോലെ തന്നെ സ്വലാത്തിനെയല്ല എതിർത്തത്, അല്ലാഹു അക്ബറിനല്ല എതിർത്തത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല എതിർത്തത്, സുബ്ഹാനല്ലാഹ് അല്ല അവർ എതിർത്തത്. മറിച്ച് പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു പ്രത്യേകമായ രീതി അവർ കൊണ്ടുവന്നു എന്നതാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഈ ആളുകളെ പള്ളിയിൽ നിന്ന് ആട്ടിയോടിക്കുകയാണ്. ആട്ടിയോടിക്കുമ്പോ ഇവർ പറഞ്ഞൊരു സംസാരമുണ്ട്. എന്താ പറഞ്ഞത്? മാ അറദ്നാ ഇല്ലൽ ഖൈർ, ഞങ്ങൾ ഖൈറേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, നന്മ ഞങ്ങൾ ഉദ്ദേശിച്ചത്. സുബ്ഹാനല്ലാഹ് ചൊല്ലാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്, അല്ലാഹു അക്ബർ ചൊല്ലാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്, ദീനുൽ ഇസ്ലാം പൊളിക്കാനല്ല. ഇവർ പറയാണ്. ആ സമയത്ത് ഇവർ ആട്ടിയോടിച്ചു പ്രവാചകന്റെ സഹാബത്ത്. മനസ്സിലാക്കണം, എന്തേ കാരണം? റസൂൽ പഠിപ്പിക്കാത്ത ഒരു പ്രത്യേകമായ രീതി, അതാണ് വിഷയം. അപ്പോ ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. എന്തുകൊണ്ട് മുജാഹിദുകൾ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായ ആഘോഷത്തെ എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ, റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നതിനല്ല എതിര്, സ്വലാത്തിനല്ല എതിര്, ദിക്റിനല്ല എതിര്. ഒരു പ്രത്യേക മാസത്തിന് പുണ്യം കൽപ്പിച്ചുകൊണ്ട്, ഒരു പ്രത്യേക ദിവസത്തിന് പുണ്യം കൽപ്പിച്ചുകൊണ്ട് ഒരു ഏർപ്പാട് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്നതാണ്. അവിടെയാണ് ഇതിന്റെ വിഷയം കിടക്കുന്നത്. ഇനി നോക്കൂ, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, നമ്മുടെ സമസ്തയുടെ പുരോഹിതന്മാര്, ചില മുസ്ലിയാക്കന്മാര്, ചില സഖാഫിമാര് അവരുടെ പരമ്പര പറയാറുണ്ട്. എന്റെ ഉസ്താദ് കാന്തപുരം, അതിന്റെ ഉസ്താദ് ഓക്കെ, അതിന്റെ ഉസ്താദ് ഇന്നാള്, അതിന്റെ ഉസ്താദ് ഇന്നാള് എന്നൊക്കെ പറഞ്ഞ ചില പരമ്പര, കള്ള പരമ്പര
ചില ആളുകൾ ഉദ്ധരിക്കാറുണ്ട്. എന്നിട്ട് അവർ അവകാശപ്പെടാറുണ്ട് അവരുടെ പരമ്പര എത്തി നിൽക്കുന്നത് മഹാനായ മുത്തബിഉസ് സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിലാണ് എന്ന്. ആ ഇബ്നു ഉമറിലെങ്കിലും ഇവർക്ക് മാതൃക ഉണ്ടാവണ്ടേ? എന്താ ഇബ്നു ഉമറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന സംഭവം നോക്കണം നമ്മൾ. ഒരിക്കല് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ഒരാൾ തുമ്മിയാൽ എന്താ ചൊല്ലേണ്ടത്? സുന്നിക്ക് മുജാഹിദിനും തർക്കല്ലേ, അൽഹംദുലില്ലാ എന്ന് ചൊല്ലണം. പക്ഷെ ഇയാള് അൽഹംദുലില്ലാ വസ്സലാത്തു അലാ റസൂലില്ലാ എന്ന് ചൊല്ലി ഒരു സ്വലാത്ത് അങ്ങ് ഫിറ്റ് ചെയ്തു. അല്ലേ സുന്നത്തല്ലേ സ്വലാത്തല്ലേ എന്നാ ഇയാൾ വിചാരിച്ചത്. ആ സമയത്ത് മുത്തബിഉസ് സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ സ്വലാത്തല്ലേ ഉദ്ദേശിച്ചത്, എന്നാ ഓക്കേ, പുണ്യല്ലേ ഖൈറല്ലേ എന്നൊരു സമ്മതം കൊടുത്തില്ല. അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പഠിച്ച ആ മഹാനായ സഹാബി പറയുകയാണ്, ലൈസ ഹകദാ അല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്രകാരം സ്വലാത്ത് ചൊല്ലാൻ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് തുമ്മിയാൽ ഫൽയഹ്മദില്ലാ, അവൻ അൽഹംദുലില്ലാ എന്ന് പറയട്ടെ. വലം യഖുൽ വസ്സലാത്തു അലാ റസൂലില്ലാ, വസ്സലാത്തു അലാ റസൂലില്ലാ എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്താണ് എതിർത്തത്. ആ സമയത്തൊരു സ്വലാത്തില്ല, അതാ വിഷയം. ഇതുപോലെ മൗലിദിനെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിക്കാം. സഹോദരങ്ങളെ, നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ദീനിൽ ഉണ്ടാക്കാനുള്ള അവകാശം നമുക്ക് ആർക്കും ഇല്ല എന്നത് വളരെ വ്യക്തമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മുജാഹിദുകൾ മാത്രം പറയുന്നതല്ല, സുന്നികൾ പോലും സമ്മതിച്ച കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെടാത്ത കാര്യങ്ങൾ അത് നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് സ്വലാത്താവട്ടെ ദിക്റാവട്ടെ അതുപോലുള്ള കാര്യങ്ങൾ പാടില്ല എന്ന് സുന്നികൾ പല രംഗങ്ങളിൽ സമ്മതിച്ചിട്ടുണ്ട്. ഇതാ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയിട്ടുള്ള ഫതാവ മുഹയ്യിസ് സുന്ന എന്ന പുസ്തകം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. എന്താണ് ഫതാവ മുഹയ്യിസ് സുന്ന എന്ന പുസ്തകം? ആ പുസ്തകത്തിന്റെ 53-ാമത്തെ പേജിൽ എന്താ പറയുന്നതെന്ന് അറിയാമോ? ചില പള്ളിയിലൊക്കെ ഉണ്ടല്ലോ, ചില മുസ്ലിയാക്കന്മാർ ആദ്യം കിട്ട് ആ മുസ്ലിയാക്കന്മാർ ചാർജ് എടുത്താല് അവിടെ ഏർപ്പാട് നടക്കാറുണ്ട്. എന്താണത്? ഒരു പുതിയ സ്വലാത്ത് കൊണ്ടുവരും, ഒരു പുതിയ ദിക്ർ കൊണ്ടുവരും. അത് കൊണ്ടുവന്നാലും മൂപ്പർക്ക് നല്ല മാർക്കറ്റ് ഉണ്ടാക്കലാണ് ലക്ഷ്യം. ഇയാൾ നല്ല ദിക്റിന്റെ ആളാണ്, സ്വലാത്തിന്റെ ആളാണ് എന്ന് ഖൗമ് വിചാരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉണ്ടാക്കുന്ന ബാങ്കിന്റെ മുമ്പുള്ള ഒരു സ്വലാത്തിനെ സംബന്ധിച്ച് ചോദ്യമാണ് ഫതാവ മുഹയ്യിസ് സുന്ന എന്ന പുസ്തകത്തിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന സുന്നി പണ്ഡിതന് ഉത്തരം നൽകുന്നു. ഞാൻ വായിച്ചു കേൾപ്പിക്കാം, കേട്ടോ. ബാങ്ക് വിളി ചോദ്യം: ബാങ്കിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ടോ? ഉണ്ടെങ്കിൽ ലക്ഷ്യസഹിതം വിവരിക്കുക. ബാങ്കിന് മുമ്പ് സ്വലാത്തുണ്ടോ എന്നാണ് ചോദ്യം. ഉത്തരം: ഇതേ ചോദ്യം ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മഹുള്ളയോട് ചോദിച്ചപ്പോൾ അവരിങ്ങനെ മറുപടി പറഞ്ഞു: ഹദീസിലൊന്നും ബാങ്കിന് മുമ്പ് സ്വലാത്ത് ചൊല്ലുന്നത് പരാമർശിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. ഹദീസിലൊന്നതില്ല. മാത്രമല്ല ഇമാമുകളുടെ വാക്കുകളിലും തഥൈവ. അപ്പോൾ പ്രസ്തുത സമയം സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണെന്ന വിശ്വാസത്തോടെ ചൊല്ലുന്നത് തടയപ്പെടേണ്ടതാണ്. സ്വലാത്ത് തടയേണ്ടതാണ്. കാരണം രേഖയില്ലാതെ ശറയിൽ ഒരു കാര്യം ഉണ്ടാക്കപ്പെടാവുന്നതല്ല. അൽ ഫതാവൽ കുബറ വാള്യം 1 പേജ് 131. അപ്പൊ എന്തു മനസ്സിലായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇങ്ങനെ സ്വലാത്തിന്റെ ഏർപ്പാടില്ല, സഹാബത്തും ചെയ്തിട്ടില്ല. ആ സമയത്ത് ഒരു പുണ്യമുണ്ടെന്ന് കരുതിക്കൊണ്ട് സ്വലാത്ത് ചൊല്ലിയാൽ അത് തടയപ്പെടേണ്ടതാണെന്ന് മുജാഹിദ് അല്ല പറഞ്ഞത്. പൊന്മള KNMന്റെ സെക്രട്ടറി അല്ല, KNMന്റെ പ്രസിഡന്റ് അല്ല, മുജാഹിദായ പണ്ഡിതനല്ല, സുന്നിയാണ്. ആ മനുഷ്യനാ പറയുന്നത്. ഇബ്നു ഹജറുൽ ഹൈതമിയെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് അത് തടയപ്പെടണം. രേഖയില്ലാത്ത കാര്യങ്ങൾ ചെയ്യപ്പെടാൻ പാടില്ല, ശറയിൽ ഉണ്ടാക്കപ്പെടാൻ പാടില്ല എന്നാണ്. മുജാഹിദുകള് മൗലിദിന്റെ വിഷയത്തിലും പറഞ്ഞത് ഈ കാര്യമല്ലേ? മൗലിദിന്റെ വിഷയത്തിൽ മുജാഹിദുകളും ഇത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം ദീനിന്റെ പേരിൽ ചെയ്യാൻ പാടില്ല. അപ്പോ നമ്മുടെ മുസ്ലിയാർ പോലും സമ്മതിക്കുകയാണ്, റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് തടയണം. ബാങ്കിന് മുമ്പ് ഒരു സ്വലാത്ത് പുണ്യമുണ്ടെന്ന് വിചാരിച്ചു എല്ലാം പാടില്ല. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവാചകന്റെ പേരിലുള്ള ജന്മദിനാഘോഷത്തിന്റെ വിഷയത്തിൽ മുജാഹിദുകൾ പറയുന്നത് ഇതേ കാര്യമല്ലേ?
സ്നേഹിക്കുന്നതിന് മുജാഹിദുകൾ എതിരല്ല, സ്നേഹിക്കണം. സ്വലാത്ത് ചൊല്ലുന്നതിന് മുജാഹിദുകൾ എതിരല്ല, സ്വലാത്ത് ചൊല്ലണം. പക്ഷേ റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു പ്രത്യേക പുണ്യമുണ്ടെന്ന് കരുതിക്കൊണ്ട് സ്വലാത്ത് പാടില്ല, ദിക്ർ പാടില്ല, അന്നദാനം പാടില്ല. ഇതാണ് മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം ദീനിൽ ഉണ്ടാക്കാൻ യാതൊരു തെളിവും ഇല്ല എന്ന് വളരെ വ്യക്തമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒരു കാര്യം ദീനിന്റെ പേരിൽ ഒരു നിലക്കും നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇത് സുന്നികളായ ആളുകൾ പോലും പല സന്ദർഭത്തിലും സമ്മതിച്ചിട്ടുള്ളതാണ്. ഇനി നോക്കൂ, മറ്റൊരു പുസ്തകം സുന്നത്ത് ജമാഅത്ത് ഒരു ക്ലാസ് ഡയറി വാള്യം 1. ഈ പുസ്തകത്തിൽ ബഷീർ ഫൈസി വെണ്ണക്കോട് എന്ന് പറയുന്ന മുസ്ലിയാർ എഴുതുകയാണ്. എന്താ വിഷയം എന്നറിയോ? തറാവീഹിന്റെ ആ തറാവീഹ് നമസ്കാരത്തിനിടയിൽ ഓരോരോ സലാം വീട്ടൽ കഴിഞ്ഞാൽ അതിനിടയിൽ പ്രത്യേകമായ ഒരു സ്വലാത്ത് ചൊല്ലുന്ന രീതി ചില സുന്നിപ്പള്ളികളിലൊക്കെ ഉണ്ട്. അതിനെ സംബന്ധിച്ചുള്ള ചോദ്യമാണ് കേട്ടോ. തറാവീഹിനിടയിൽ സ്വലാത്ത് ചൊല്ലൽ. ഇനി തറാവീഹിനിടയിൽ സ്വലാത്ത് ചൊല്ലുന്നത് സംബന്ധിച്ച് സംശയമുണ്ടെങ്കിൽ തീർക്കാം. ഫതാവൽ കുബറയിൽ ഇബ്നു ഹജർ റഹിമഹുള്ളയോട് ഇത് സംബന്ധമായി വന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി, തറാവീഹിനിടയിൽ എന്ന സ്ഥലവിശേഷണത്തോടെ ഒരു സ്വലാത്തുണ്ടെന്ന് കരുതി വല്ലവനും സ്വലാത്ത് ചെയ്യുന്നുവെങ്കിൽ അവനെ തടയണം. തറാവീഹിനിടയിൽ എന്ന വിശേഷണമില്ലാതെ സ്വലാത്ത് എപ്പോഴും സുന്നത്തല്ലേ എന്ന് കരുതി തറാവീഹിനിടയിൽ കൊണ്ടുവരുന്നവനെ തടയുകയും അരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ഒരു സ്വലാത്ത് സുന്നത്തായി പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ആ സമയത്ത് പ്രത്യേക പുണ്യമുണ്ടെന്ന് കരുതിക്കൊണ്ട് ചൊല്ലിയാൽ അത് തടയണമെന്നാണ് സുന്നി പണ്ഡിതനായ ബഷീർ ഫൈസി വെണ്ണക്കോട് പോലും പറയുന്നത്. അയാളുടെ സുന്നത്ത് ജമാഅത്ത് ഒരു ക്ലാസ് ഡയറി എന്ന പുസ്തകത്തിൽ പറയുന്നത്, വാള്യം 1 പറയുന്നത്. ആ കാര്യം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇതാണ് സഹോദരങ്ങളെ ഈ മൗലിദാഘോഷവുമായി ബന്ധപ്പെട്ട് മുജാഹിദുകൾ പറയുന്നത്. അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ? അല്ല. റസൂലുള്ളാഹിയെ സ്നേഹിക്കണമോ വേണ്ടയോ എന്ന വിഷയത്തിൽ മുജാഹിദുകൾക്കും സുന്നികൾക്കും ഇടയിൽ തർക്കമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, റസൂലുള്ളാഹിനെ സ്നേഹിക്കണ്ട എന്ന് മുജാഹിദുകൾ പറയുന്നുണ്ടോ? ഇല്ല. റസൂലുള്ളാഹിനെ സ്നേഹിക്കണമെന്നാണ് സുന്നി പറയുന്നത്, റസൂലുള്ളാഹിനെ സ്നേഹിക്കണമെന്നാണ് മുജാഹിദ് പറയുന്നത്. നമ്മൾ എല്ലാവരും പറയുന്നത് റസൂലുള്ളാഹിനെ സ്നേഹിക്കണമെന്നാണ്. എത്രത്തോളം അല്ലാഹു പഠിപ്പിച്ചില്ലേ, ഖുലിൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിൻ തർലൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി. അല്ലാഹു പഠിപ്പിച്ചില്ലേ, ഖുൽ നബിയെ നിങ്ങൾ പറയണം, ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും, നിങ്ങളുടെ മാതാപിതാക്കള്, മക്കള്, സഹോദരങ്ങള്, ഇണകള്, കുടുംബങ്ങള്, വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പാദ്യങ്ങളുണ്ടല്ലോ, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ, മാന്യമുണ്ടാകും, ഡിമ്മായി പോകുമെന്ന് നിങ്ങൾ പേടിക്കുന്ന നിങ്ങളുടെ കച്ചവടമുണ്ടല്ലോ, വമസാകിനു തർലൗനഹാ, നിങ്ങൾ ഇഷ്ടപ്പെട്ട തൃപ്തിപ്പെട്ട നിങ്ങളുടെ ഭവനങ്ങളുണ്ടല്ലോ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹ്, അവയാണ് അല്ലാഹുവിനേക്കാൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നതെങ്കിൽ, വറസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിനേക്കാളും ഇഷ്ടമാകുന്നതെങ്കിൽ, വജിഹാദിൻ ഫീ സബീലിഹി, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദിനേക്കാൾ അതാണ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നതെങ്കിൽ, ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി, അല്ലാഹുവിന്റെ കൽപ്പനയുമായി വരുന്നത് അത് കൊണ്ടുവരുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചോ, കാത്തിരുന്നു കൊള്ളുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാറ്റിനേക്കാളും അല്ലാഹുവിനെ നമുക്ക് ഇഷ്ടപ്പെടണം, റസൂൽ നമുക്ക് ഇഷ്ടപ്പെടണം, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദ് നമുക്ക് ഇഷ്ടപ്പെടണം. മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, സന്താനങ്ങളെക്കാൾ, അങ്ങനെ ആരൊക്കെയുണ്ടോ എല്ലാരെക്കാളും അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദ് നമുക്ക് ഇഷ്ടപ്പെടണം. അതാണ് ഈ വിഷയത്തിൽ സുന്നിക്കും മുജാഹിദിനും തർക്കമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, റസൂൽ പഠിപ്പിച്ചതല്ലേ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ആരും വിശ്വാസിയാവില്ല ഏതുവരെ, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി,
ഞാൻ അവന് ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നത് വരെ ആരെക്കാൾ ഇഷ്ടപ്പെടണം? തന്റെ മക്കളെക്കാൾ, തന്റെ മാതാപിതാക്കളെക്കാൾ, ലോകത്തുള്ള സർവ്വ മനുഷ്യരെക്കാളും ഞാൻ അവൻ ഇഷ്ടപ്പെടുന്നത് ആകുന്നത് വരെ അവരാരും വിശ്വാസികളല്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് മുജാഹിദുകൾ അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു, ആ നിലക്ക് റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നു. റസൂൽ പറഞ്ഞില്ലേ, സലാത്തും മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ, 3 ഗുണങ്ങൾ ആരിലെങ്കിലും ഉണ്ടോ അവർക്ക് ഈമാനിന്റെ ടേസ്റ്റ് അനുഭവിക്കാൻ സാധിക്കുമെന്ന് റസൂൽ പറഞ്ഞു. ആ കൂടുതൽ ഒരു കാര്യം ഏതാണ്? മൻ കാനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. തന്റെ മാതാപിതാക്കളെക്കാൾ അവൻ അല്ലാഹു റസൂലുമായിരിക്കണം ഏറ്റവും ഇഷ്ടപ്പെട്ടവർ. ആ നിലക്കുള്ള അവസ്ഥ ഉണ്ടാകുന്നത് വരെ നിങ്ങൾ ആരും വിശ്വാസികളല്ല എന്ന്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈമാന്റെ മധുരം ലഭിക്കുമെന്ന്, ആ അവസ്ഥ ഉണ്ടായാൽ ഈമാന്റെ മധുരം ലഭിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. റസൂൽ വിശദീകരിക്കുകയാണ്. ആ നിലക്ക് കാര്യം നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അരികിൽ വന്നില്ലേ, എന്നിട്ട് പറഞ്ഞില്ലേ, റസൂലേ, ഞാൻ എന്നെ കഴിച്ചാ പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. റസൂൽ പറഞ്ഞു, പോരാ ഉമറേ, പോരാ, നിങ്ങളെക്കാൾ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണം. റസൂൽ പറഞ്ഞു, അദ്ദേഹം തിരുത്താൻ തയ്യാറായി. അപ്പൊ അങ്ങനെ റസൂലുള്ളാഹിനെ സ്നേഹിക്കണമെന്ന വിഷയത്തിൽ സഹോദരങ്ങളെ തർക്കമില്ല. റസൂലുള്ളാഹിനെ സ്നേഹിക്കണോ വേണ്ടയോ എന്ന വിഷയത്തിൽ സുന്നികളോ മുജാഹിദുകളോ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹിനെ സ്നേഹിക്കാത്തവൻ മുഅ്മിനല്ല, മുസ്ലിമല്ല. റസൂലുള്ളാഹിനെ സ്നേഹിക്കാത്തവന്റെ ഈമാൻ സമ്പൂർണ്ണമല്ല. ഈ വിഷയത്തിൽ സഹോദരങ്ങളെ മുജാഹിദുകൾക്ക് 2 അഭിപ്രായമില്ല. പിന്നെ എന്താണ് പ്രശ്നം? ഈ വിഷയത്തിൽ സുന്നിയും മുജാഹിദും തമ്മിലുള്ള തർക്കമെന്താ? അതാ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിന് മുജാഹിദുകൾ എതിരല്ല. മാത്രമല്ല, സ്വലാത്ത് ചൊല്ലണമെന്നാണ് മുജാഹിദുകൾ പറയുന്നത്. കഴിഞ്ഞില്ല, ദിക്ർ ചൊല്ലണം. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകൾ ചൊല്ലണമെന്നാണ് മുജാഹിദുകൾ പറയുന്നത്. ഇതിലൊന്നും തർക്കമില്ല. പിന്നെ ഏതാണ് വിഷയം? സഹോദരങ്ങൾ, അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, റസൂലുള്ളാഹിനെ സ്നേഹിക്കൽ ഈമാനിന്റെ ഭാഗമാണല്ലോ. ഈമാനിന്റെ ഭാഗമായതുകൊണ്ട്, ദീനിയായ വിഷയമായതുകൊണ്ട് എല്ലാ ദീനിയായ വിഷയവും ആരാ പഠിപ്പിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ. ആ റസൂല് സ്വലാത്ത് ചൊല്ലാൻ പഠിപ്പിച്ച റസൂല്, ദിക്ർ ചൊല്ലാൻ പഠിപ്പിച്ച റസൂല്, അന്നദാനം നടത്താൻ പഠിപ്പിച്ച റസൂല്, റസൂലുള്ളാഹിനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച റസൂല്, ആ റസൂല് റബീഉൽ അവ്വൽ മാസത്തിൽ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന പേരിൽ ഒരു ആഘോഷം നടത്തിയിട്ടുണ്ടോ? ജന്മദിനാഘോഷം നടത്തിയിട്ടുണ്ടോ? അതാണ് വിഷയം. അത് സഹോദരങ്ങളെ ഒരിക്കലും നമുക്ക് കാണാൻ സാധ്യമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു ആഘോഷം നടത്തിയിട്ടില്ല. മാത്രമല്ല, അങ്ങനെ പ്രവാചകൻ നടത്താത്ത കാര്യം അത് നല്ലതല്ലേ, പുണ്യമല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ നിർവാഹമുണ്ടോ? ഇല്ല എന്ന് സുന്നികളുടെ പ്രസിദ്ധീകരണങ്ങൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഞാൻ പറയട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന റബീഉൽ അവ്വൽ മാസത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആഘോഷം, ആ ആഘോഷത്തിന് രേഖയില്ല. സുന്നികളുടെ പ്രസിദ്ധീകരണങ്ങൾ തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് കാണാൻ സാധിക്കും. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. സഹോദരങ്ങളെ, വിഷയം എന്താണ്? ഏത് വിഷയത്തിലാണ് സുന്നിയും മുജാഹിദും ഇവിടെ തർക്കമുള്ളത്? റസൂലുള്ളാഹിനെ സ്നേഹിക്കണമെന്ന വിഷയമല്ല, സ്വലാത്ത് ചൊല്ലണോ വേണ്ടയോ എന്ന വിഷയമല്ല, ദിക്ർ ചൊല്ലണോ വേണ്ടയോ എന്ന വിഷയമല്ല, അതല്ലെങ്കിൽ അന്നദാനം നടത്തണോ വേണ്ടയോ എന്ന വിഷയമല്ല. മറിച്ച് റബീഉൽ അവ്വൽ മാസത്തിന് മറ്റു മാസങ്ങൾക്കില്ലാത്ത ഒരു പുണ്യം, മറ്റു ദിവസങ്ങൾക്കില്ലാത്ത ഒരു പ്രാധാന്യം റബീഉൽ അവ്വൽ 12-ന് ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു സ്വലാത്ത് അത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അതാണ് വിഷയം. അപ്പൊ മറ്റു മാസങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേകത റബീഉൽ അവ്വൽ മാസത്തിനില്ല, മറ്റു ദിവസങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേകത റബീഉൽ അവ്വൽ 12-നില്ല. ഇതാണ് ഈ വിഷയത്തിന്റെ മർമ്മം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നോക്കൂ, ഈ പ്രവാചകന്റെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത ഈ കാര്യത്തെക്കുറിച്ച് എന്താണ് നമ്മുടെ സമസ്തയുടെ പണ്ഡിതന്മാർ പറയുന്നത്? എത്രത്തോളം അറിയോ? ഇന്നിപ്പോ മൗലിദാഘോഷത്തെ കുറിച്ച് എന്താ നമ്മുടെ മുസ്ലിയാക്കന്മാരുടെ വിശ്വാസം? എന്താ അത്? ഈ ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമാണെന്നാണ് മുസ്ലിയാക്കന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമാണെന്നാണ്. നിങ്ങൾ പരിശോധിക്കുക, സുന്നി അഫ്കാർ എന്ന പ്രസിദ്ധീകരണത്തിൽ 2002 മാർച്ച് 20 ഇറങ്ങിയിട്ടുള്ള
സുന്നി അഫ്കാരിൽ ചോദ്യോത്തര പങ്ക്തി മസ്ഊൽ, അയാൾ മറുപടി പറയുകയാണ്. എന്താ കേട്ടോ നിങ്ങള്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും ശ്രേഷ്ഠ മാസങ്ങളും എന്ന ഹെഡിങ്ങിൽ ഒരു ചോദ്യം. ഒരു വർഷത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസം റമളാനാണല്ലോ. ഇതിനെ കൂടാതെ യുദ്ധം ഹറാമാക്കിയ ശ്രേഷ്ഠമായ മാസം 4 എണ്ണമുണ്ടല്ലോ. ഈ ശ്രേഷ്ഠമായ മാസമൊന്നും കൂടാതെ എന്തുകൊണ്ടാണ് റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുവാൻ കാരണം? മൂപ്പർ അങ്ങട്ടാ ഗവേഷണം. എന്തേ മൂപ്പർ അന്ന് റസൂൽ അന്ന് ജനിക്കാൻ കാരണം? മൂപ്പരെ ചോദ്യം തന്നെ. ഇനി നോക്ക്, അതിന്റെ ഉത്തരം എന്താണ്? കഴിഞ്ഞുപോയ രാത്രികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേറിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച രാത്രിയാകുന്നു. കേട്ടോ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമേറിയതാണെന്ന് ഖുർആൻ പ്രസ്താവിച്ച ലൈലത്തുൽ ഖദ്റിനേക്കാൾ മഹത്വമുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച രാത്രിക്കാണ്. ഷെർവാനി, ഇനി കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി ആയതുകൊണ്ട് ഈ ചോദ്യം അപ്രസക്തമാണ്. അപ്പൊ എന്തായി? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ആ രാത്രി എന്ന് പറഞ്ഞാൽ ഖൈറും മിൻ അൽഫി ശഹർ എന്ന് അല്ലാഹു പറഞ്ഞല്ലോ ലൈലത്തുൽ ഖദ്റിനെ സംബന്ധിച്ച്. അതിനേക്കാൾ പോരിശയാക്കപ്പെട്ടതാണെന്ന പച്ചക്കള്ളമല്ലേ എഴുതി വിട്ടത്? നിങ്ങൾ ചിന്തിക്ക്, പച്ചക്കള്ളമല്ലേ അത്? ഖൈറും മിൻ അൽഫി ശഹർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിച്ചതല്ലേ ലൈലത്തുൽ ഖദ്റിനെ സംബന്ധിച്ച്? മുസ്ലിങ്ങൾ എല്ലാവരും സ്വീകരിക്കുന്നതല്ലേ അത്? പക്ഷേ ഇവിടെ ഇതാ മുസ്ലിയാക്കന്മാർ പറയുകയാണ്, ഈ ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമാണ് നബിദിനാഘോഷമെന്ന്. കഴിഞ്ഞില്ല, വേറൊരു പ്രസിദ്ധീകരണം നോക്ക് നിങ്ങൾ. സിറാജ്, ഉഗ്രവാദി സുന്നികളുടെ ദിനപത്രമാണല്ലോ സിറാജ്. ആ സിറാജിലും പറയുന്നുണ്ട് 2003 മെയ് 25 ഞായർ എന്താ പറയുന്നത് കേട്ടോ? ഇതിലിങ്ങനെ പറയുകയാണ്, സ്നേഹ സാക്ഷാത്കാരം ജീവിത ലക്ഷ്യമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നു. അതിന്റെ ഏറെക്കുറെ അവസാന ഭാഗത്ത് കാണാൻ സാധിക്കും. എന്താ? ഖുർആൻ അവതരിച്ചതിനാൽ മഹത്വമേറിയ ലൈലത്തുൽ ഖദ്റിനേക്കാളും പുണ്യം നബിദിനത്തിനുണ്ടെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ നൽകപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമാണ് റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ ദിവസത്തിന് ലൈലത്തുൽ ഖദ്റിനേറെ പുണ്യമുണ്ട്. സഹോദരങ്ങളെ, ഞാൻ സാധാരണക്കാരായ കിതാബ് ഓതിയിട്ടില്ലാത്ത ആളുകളോട് പറയട്ടെ, ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമുണ്ടെന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് സമ്മതിക്കാൻ കഴിയുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ചുരുങ്ങിയ ലൈലത്തുൽ ഖദ്റിന്റെ അത്ര തെളിവെങ്കിലും വേണ്ടേ? അതിലേറെ പുണ്യമാകുമ്പോ അതിലേറെ തെളിവ് വേണം. പോട്ടെ, അത്ര തെളിവെങ്കിലും വേണ്ടേ? നബിദിനത്തിന് ഉണ്ടോ ഇല്ലേ നമുക്ക് പരിശോധിക്കാം. ഇനി നോക്ക് നിങ്ങള്, സുന്നികൾ തന്നെ പറയുന്നു, അവിടെ റിസാല എന്ന് പറയുന്ന അവരുടെ പ്രസിദ്ധീകരണത്തിൽ 1987 റിസാല നബിദിന പതിപ്പ്, അതിൽ പറയുന്നു എന്താണെന്നറിയോ? 9ാമത്തെ പേജിൽ, നബിദിനം മുസ്ലിങ്ങൾക്ക് ആഘോഷമാണ്. നബിദിനം മുസ്ലിങ്ങൾക്ക് ആഘോഷമാണ്. പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം, പെരുന്നാളിനേക്കാളും വലിയ, നേരത്തെ ലൈലത്തുൽ ഖദ്റേനി, ഇപ്പൊ പെരുന്നാളിനേക്കാളും വലിയ ആഘോഷമാണ്. എന്നിട്ട് പറയാൻ, സർവ്വലോകത്തിന്റെ വിമോചകനായ നബി പിറന്ന നാളിൽ വിശ്വാസികൾ സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് മറ്റേത് ആഘോഷമാണ് ഉള്ളത്? ചോദ്യമാണ്. അപ്പോ ഏറ്റവും വലിയ ആഘോഷമായിട്ട്, ഇസ്ലാമിൽ ആഘോഷമായിട്ട് പഠിപ്പിച്ച ആഘോഷം ഏതാണ്? ഈ 2 പെരുന്നാളുകളാണല്ലോ. ആ പെരുന്നാളുകളെക്കാൾ വലിയ ആഘോഷമാണെന്നാണ് പറയുന്നത്. കേട്ടോ നിങ്ങള്, ആ നിലക്ക് മുസ്ലിയാക്കന്മാരെന്ന് പറഞ്ഞ് ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമാണെന്ന് പറഞ്ഞ്, 2 പെരുന്നാളുകളെക്കാൾ പുണ്യമാണെന്ന് പറഞ്ഞ്, അങ്ങനെ പറഞ്ഞ് എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ, നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മുടെ ചില രാജ്യത്തിന്റെ ചില ദിനങ്ങൾ കൊണ്ടാടാറുണ്ടല്ലോ. ശിശുദിനം ആഘോഷിക്കാറുണ്ടല്ലോ, അതേപോലെ പലതും ആഘോഷിക്കാറുണ്ടല്ലോ. ഇതുപോലെ ഒരു ആഘോഷമാക്കി മാറ്റണം എന്നുപോലും പറഞ്ഞുകൊണ്ട്, സേവന വാരമാക്കി മാറ്റണമെന്ന് പോലും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുസ്ലിയാക്കന്മാർ ഇപ്പൊ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്ക്രീനിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. മുള്ളൂർക്കര മുഹമ്മദ് സഖാഫി എന്ന് പറയുന്ന ഒരു മുസ്ലിയാരുടെ പ്രസംഗത്തിന്റെ ഭാഗം നിങ്ങൾ കേൾക്കാം. എങ്ങോട്ടായി ഇവർ കൊണ്ടുപോകുന്നത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ജന്മദിനം ഒരു ശിശുദിനമാവട്ടെ, ജന്മദിനം ഒരു സേവന വാരാചരണ ദിനമാവട്ടെ. അതേ, ഈമാൻ 72 ശാഖകളാണ്.
ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന വാക്കാണ് ഏറ്റവും വലുത്. വാദിനാ ഈമാനിന്റെ ദർജയിൽ വെച്ച് ഏറ്റവും ചെറുത് ഇമാതത്തുൽ അദാ അനി തരീഖ്, വഴിയിലുള്ള കല്ലും കരടൊക്കെ നീക്കി വഴി നന്നാക്കി കൊടുക്കലാണ്. അപ്പൊ റോഡുണ്ടാക്കി കൊടുക്കല്, റോഡിലെ പുല്ല് വെട്ടി കൊടുക്കല്. ഗാന്ധി ജനിച്ച ദിവസം നമ്മൾ സേവന വാരാചരണം നടത്തുമ്പോ റസൂലുള്ളാഹിനെ പ്രസവിച്ച ഈ റബീഉൽ അവ്വലിൽ നബിതങ്ങൾ പഠിപ്പിച്ച സേവന വാരാചരണം നമുക്കങ്ങ് നടത്തിക്കളയാം. അങ്ങനെ വാരാചരണം, ശിശുദിനം, സ്ത്രീദിനം നിങ്ങൾ കണ്ടില്ലേ? മുലയൂട്ടൽ വാരാചരണം എന്ന് പറഞ്ഞ ദിനം വെച്ചിട്ടുണ്ട് ഇവിടെ. കേട്ടല്ലോ നിങ്ങൾ? എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ശിശുദിനം പോലെ ആഘോഷമാക്കണം, അതേപോലെയുള്ള ആഘോഷമാക്കണം എന്ന് പറഞ്ഞ് കാറുകയാണ് മുസ്ലിയാര്. നിങ്ങൾ ശ്രദ്ധിച്ചോ സഹോദരങ്ങളെ? ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുജാഹിദുകൾ ഒരിക്കലും തന്നെ ഈ ലൈലത്തുൽ ഖദറിനെ എതിർത്തിട്ടുണ്ടോ? ലൈലത്തുൽ ഖദറിനെ മുജാഹിദുകൾ എതിർത്തിട്ടുണ്ടോ? സഹോദരങ്ങളെ, എന്തുകൊണ്ടാ മുജാഹിദുകൾ ലൈലത്തുൽ ഖദറിനെ എതിർക്കാത്തത്? അത് പ്രമാണത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, ഖുർആനിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, പ്രവാചകന്റെ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് രണ്ട് പെരുന്നാളിന് മുജാഹിദുകൾ ആഘോഷിക്കുന്നു, ആഘോഷമായി സ്വീകരിക്കുന്നു? ഈദുൽ അദ്ഹ ആഘോഷിക്കുന്നു, ഈദുൽ ഫിത്ർ ആഘോഷിക്കുന്നു. അതിന് രേഖയുണ്ട്. റസൂൽ ആഘോഷിച്ചിട്ടുണ്ട്, സഹാബത്ത് ആഘോഷിച്ചിട്ടുണ്ട്, താബീങ്ങൾ ആഘോഷിച്ചിട്ടുണ്ട്. ഇതുപോലെ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടത് കൊണ്ടാണ് മുജാഹിദുകൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്. പ്രമാണമില്ലായിരുന്നുവെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കാൻ മുജാഹിദുകൾ തയ്യാറാകുമായിരുന്നില്ല. അല്ലെങ്കിൽ പ്രമാണമില്ലെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ലൈലത്തുൽ ഖദറിന് പുണ്യമുള്ള രാവായി വിശ്വസിക്കാൻ മുജാഹിദുകൾ തയ്യാറാകുമായിരുന്നില്ല. എന്തുകൊണ്ട് ലൈലത്തുൽ ഖദറിന് മുജാഹിദുകൾ പുണ്യം കൽപ്പിക്കുന്നു? അതിന് പ്രമാണമുണ്ട്, രേഖയുണ്ട്, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കുന്നു? അതിന് രേഖയുണ്ട്, റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് മതത്തിൽ സ്ഥിരപ്പെടാത്ത, പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെടാത്ത ഒരു കാര്യം ചെയ്യാൻ പാടില്ല. പൊന്മള പറഞ്ഞ് നമ്മൾ വായിച്ചു. അതേപോലെ തന്നെ 3 പേര് റസൂലുള്ളാഹിന്റെ കാലത്ത് വന്ന സംഭവമുണ്ടല്ലോ, അതും നിങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ മഹാനായ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹാ ഹസന, ആരെങ്കിലും ഹസനത്തല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട്, നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട്, പുണ്യമല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട്, സ്വലാത്തല്ലേ, നിസ്കാരമല്ലേ, നോമ്പല്ലേ, ദിക്റല്ലേ, അന്നദാനമല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു ബിദ്അത്ത് ഇസ്ലാം ദീനിൽ ഉണ്ടാക്കിയാൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മതത്തിൽ വഞ്ചന കാണിച്ചിട്ടുണ്ട്. തന്റെ റിസാലത്തിൽ പ്രവാചകൻ നിർവഹിക്കേണ്ട ഡ്യൂട്ടിയിൽ വഞ്ചന കാണിച്ചിട്ടുണ്ട് എന്ന് വാദിക്കുന്നതിന് തുല്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അതിനാൽ ഫമാലം യകുൻ യൗമഇദിൻ ദീനാ ലാ യകൂനുൽ യൗമ ദീനാ, അന്ന് ദീനല്ലാത്തത്, റസൂലുള്ളാഹിന്റെ കാലത്ത് ദീനല്ലാത്തത്, ലാ യകൂനുൽ യൗമ ദീനാ, ഇന്നും ദീനാവുകയില്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് ദീനല്ലേ, എന്നാൽ ഇന്നും ദീനാവുകയില്ല. ലൈലത്തുൽ ഖദർ റസൂലുള്ളാഹിന്റെ കാലത്ത് ദീനാണ്, അതുകൊണ്ട് അത് ഇന്നും ദീനാണ്. പെരുന്നാള്, 2 പെരുന്നാൾ ആഘോഷം അത് റസൂലുള്ളാഹിന്റെ കാലത്ത് ദീനാണ്, അതുകൊണ്ട് അത് ഇന്നും ദീനാണ്. എന്നാൽ റസൂലുള്ളാഹിന്റെ കാലത്ത് മൗലിദ് ആഘോഷമുണ്ടോ? ഇല്ല എന്ന വസ്തുത സുന്നികൾ അംഗീകരിക്കുന്ന അവരുടെ പ്രസിദ്ധീകരണങ്ങൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതിനു മുമ്പായി ഒരു കാര്യം സൂചിപ്പിക്കട്ടെ സഹോദരങ്ങളെ, ബിദ്അത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു ദീനാണോ ഇവിടെ പഠിപ്പിച്ചത്, ആ ദീനല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും കൂട്ടാനോ അതിൽ നിന്ന് കുറക്കാനോ നമുക്ക് നിർവാഹമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് മുജാഹിദിന്റെ മാത്രം വകയല്ല, മുജാഹിദിന്റെ മാത്രം വകയല്ല. സുന്നികൾ പോലും സമ്മതിച്ചിട്ടുണ്ട്, സുന്നികൾ പോലും അംഗീകരിച്ചതാണ്. ഇതാ ഒരു പുസ്തകം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തും 72 വിഭാഗവും എന്ന പുസ്തകം എഴുതിയത് കെ മജീദ് ഫൈസി കീഴ്ശേരി, വില 8 രൂപ. ഈ പുസ്തകത്തിൽ പറയുകയാണ്, ഇതിൽ പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. അതിൽ പ്രസക്തമായ ഒരു ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. എന്താ പറയുന്നത് അറിയോ? 13ാമത്തെ പേജിൽ പറയുന്നു, എന്താണ്?
ഈ ഹദീസുകളിൽ നിന്നും നബി തിരുമേനി ഏതൊരു പ്രബോധനമാണോ ലോകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്, ഏതു അഖീദകളാണോ അവിടുന്ന് ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുള്ളത്, ഏത് നടപടികളാണോ ദീനിന്റെ നടപടികളായി കാണിച്ചു തന്നിട്ടുള്ളത്, അവയിൽ ഒരളവോളമെങ്കിലും ശ്രദ്ധിക്കുക, അവയിൽ ഒരു അളവോളമെങ്കിലും കൂടുതലോ കുറവോ ആകുന്നത് ബിദ്അത്താണ് എന്നും അത് ഒരു പ്രകാരത്തിലും ഇസ്ലാമാവുകയില്ല എന്നും സ്പഷ്ടമാണ്. അപ്പോ റസൂലുള്ള പഠിപ്പിച്ച ദീന്, ആ അഖീദ, ആ കർമ്മ പദ്ധതികള്, ആ ആചാരങ്ങള് അതേ ദീനാകൂ. അതിലൊരളവോളം കൂട്ടാൻ പാടില്ല, കുറയ്ക്കാൻ പാടില്ല. കൂട്ടിയാൽ അത് ബിദ്അത്താണ്. ബിദ്അത്ത് ഒരു നിലക്കും ഇസ്ലാമാവുകയില്ല എന്നാരാ പറഞ്ഞത്? മുജാഹിദുകളല്ല, സുന്നികൾ തന്നെയാണ്. ഈ മജീദ് വൈസി കീശേരി എന്ന് പറയുന്ന ആള് സുന്നത്ത് ജമാഅത്തും 72 വിഭാഗങ്ങളും എന്ന് പറയുന്ന പുസ്തകത്തിലാണ് പറഞ്ഞത്. ഇനിയും നിങ്ങൾ പരിശോധിക്കണം. ഈ നിലക്ക് സുന്നി പണ്ഡിതന്മാർ പോലും പറഞ്ഞതാണ് പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനിന്റെ പേരിൽ ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, ഇതാ ഞാൻ വ്യക്തമായി പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് ഒരു പ്രവാചക സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ആഘോഷിക്കാൻ മുജാഹിദുകൾ ഇതിന്റെ മുൻപന്തിയിൽ ഉണ്ടാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു ആഘോഷം നടത്തിക്കൊണ്ട് റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ, അവിടുത്തെ ഖൗല് കൊണ്ടോ ഫിഅല് കൊണ്ടോ തഖരീർ കൊണ്ടോ സ്ഥിരപ്പെട്ടിരുന്നുവെങ്കിൽ മുജാഹിദുകൾ ആഘോഷിക്കാൻ ഉണ്ടാകുമായിരുന്നു. പെരുന്നാൾ ആഘോഷിക്കുന്നില്ലേ മുജാഹിദുകൾ? എന്തുകൊണ്ട്? പെരുന്നാളിന് പ്രമാണമുണ്ട്. അതേപോലെ ലൈലത്തുൽ ഖദർ പുണ്യരാവാണെന്ന് വിശ്വസിക്കുന്നില്ലേ മുജാഹിദുകൾ? അതിന്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്യുന്നില്ലേ മുജാഹിദുകൾ? എന്തുകൊണ്ട്? വെറുതെയല്ല, പ്രമാണമുണ്ട്, ഖുർആനുണ്ട്, ഹദീസുണ്ട്. അതുകൊണ്ടാണ് മുജാഹിദുകൾ ആ നിലക്ക് സ്വീകരിക്കുന്നത്. ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൗലിദാഘോഷം നടത്തിയതായി തന്റെ ഖൗലിൽ സ്ഥിരപ്പെട്ടതായി, തന്റെ ഫിഅലിൽ സ്ഥിരപ്പെട്ടതായി, തന്റെ തഖരീറിൽ സ്ഥിരപ്പെട്ടതായി ഉദ്ധരിക്കാൻ ധൈര്യമുള്ള ഒരൊറ്റ മുസ്ലിം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇലാ യൗമിൽ ഖിയാമത്തി സാധ്യവുമല്ല. വളരെ വ്യക്തമായാണ് ഞാൻ പറയുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങൾ നോക്ക്, സുന്നികൾ അംഗീകരിക്കുന്ന പുസ്തകങ്ങൾ നിങ്ങൾ പരിശോധിച്ചോ. നമ്മുടെയൊക്കെ നാട്ടിലെ പള്ളി ദർസുകൾ ഓതുന്ന കിതാബാണ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഫത്ഹുൽ മുഈന്റെ വിശദീകരണമായി ശറഹായിട്ടുള്ള ഇആനത്തുൽ ത്വാലിബീൻ എന്ന ഗ്രന്ഥം സയ്യിദ് ബക്കരി എഴുതിയിട്ടുള്ള കിതാബാണ്. അതിൽ വളരെ വ്യക്തമായി പറയുന്നു, ഇന്ന അമലൽ മൗലിദി ഹദസ ബഅദൽ ഖുറൂനി الثلاث. മൗലിദാഘോഷം എന്ന ഏർപ്പാട് ഉണ്ടായത് എന്നാണ്. ഹദസ ബഅദൽ ഖുറൂനി الثلاث, 3 തലമുറകൾക്ക് ശേഷം ഉണ്ടായ ഏർപ്പാടാണ്. 3 ഉത്തമ തലമുറകൾക്ക് ശേഷം ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കാലത്ത് മൗലിദാഘോഷം ഇല്ല, സഹാബത്തിന്റെ കാലത്ത് മൗലിദാഘോഷം ഇല്ല, താബീങ്ങളുടെ കാലത്ത് മൗലിദാഘോഷം ഇല്ല. ഖൈറു ഉമ്മത്തി ഖർനി ثم الذين يلونهم ثم الذين يلونهم റസൂൽ പറഞ്ഞു, ഏറ്റവും ഉത്തമമായ തലമുറ ഞാൻ ജീവിക്കുന്ന തലമുറയാണ്, പിന്നീട് അതിനോട് അടുത്തു വരുന്ന തലമുറ, പിന്നീട് അതിനോട് അടുത്തു വരുന്ന തലമുറ എന്നിങ്ങനെ 3 ഉത്തമ തലമുറകളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞു. ആ 3 ഉത്തമ തലമുറകളിൽ മൗലിദാഘോഷിക്കുന്ന ഏർപ്പാടില്ല എന്ന് മുജാഹിദിന്റെ പുസ്തകത്തിലല്ല, മറിച്ച് നമ്മുടെയൊക്കെ നാട്ടിൽ നാട്ടാളുടെ ചെലവിൽ ഓതിപ്പടിക്കുന്ന മുസ്ലിയാക്കന്മാര്, മുസ്ലിയാരുട്ടികൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഇആനത്തുൽ ത്വാലിബീനിലാ പറയുന്നത് റസൂലുള്ളാഹിന്റെ കാലത്ത് ഏർപ്പാടില്ലെന്ന്, സഹാബത്തിന്റെ കാലത്ത് ഏർപ്പാടില്ലെന്ന്. ഇനി ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, പിന്നെ റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്ത ഏർപ്പാട്, സഹാബത്തിന്റെ കാലത്തില്ലാത്ത ഏർപ്പാട് നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നല്ലതല്ലേ എന്ന് വിചാരിച്ചുണ്ടാക്കിയാൽ അതേപോലെ ആ റബീഉൽ അവ്വലിന് മറ്റു മാസങ്ങൾക്കില്ലാത്ത പുണ്യം കൽപ്പിച്ചുകൊണ്ട് ഒരു സ്വലാത്ത്, ഒരു ദിക്ർ, ഒരു അന്നദാനം നടത്തിയാൽ അത്തരം ആചാരങ്ങൾ തള്ളപ്പെടേണ്ടതല്ലേ? ബാങ്കിന് മുമ്പ് സ്വലാത്ത് തള്ളപ്പെടണമെന്നല്ലേ പൊന്മള പറഞ്ഞത്? ഇബ്നു ഹജറിന്റെ ഉദ്ധരണി ഉദ്ധരിച്ചില്ലേ അദ്ദേഹം? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഏർപ്പാട് പഠിപ്പിച്ചിട്ടില്ലെന്ന് സുന്നികൾ തന്നെ സമ്മതിക്കുന്നു അല്ലേ? കഴിഞ്ഞില്ല. മറ്റൊന്നുകൂടെ നിങ്ങൾ നോക്കണം. അൽ ഹാബീലിൽ ഫതാവയിൽ പറയുകയാണ്, ആരിൽ നിന്ന്? ഇബ്നു ഹജർ അസ്ഖലാനിൽ ഉദ്ധരിക്കുകയാണ് ഇമാം സുയൂത്തി. എന്താ പറയുന്നറിയോ? അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ, മൗലിദാഘോഷത്തിന്റെ അസ്ലു തന്നെ ബിദ്അത്താണ്, മൗലിദാഘോഷത്തിന്റെ ബേസ് തന്നെ ബിദ്അത്താണ്. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, റസൂലുള്ളാഹിന്റെ കാലത്ത് മദ്രസ ഉണ്ടോ?
ഇല്ലല്ലോ മുജാഹിദേ, പിന്നെ നിങ്ങൾ എന്തിനാ മദ്രസ നടത്തുന്നത്? എടോ, റസൂലുള്ളാഹിന്റെ കാലം ദീൻ പഠിപ്പിക്കുന്ന ബേസ് ഉണ്ട്, അതുണ്ട്. ഈ മൗലിദാഘോഷത്തിന്റെ ബേസ് തന്നെ, അസ്ല് തന്നെ, അടിസ്ഥാനം തന്നെ ബിദ്അത്താണെന്ന് അൽമനാറല്ല, മുജാഹിദിന്റെ വിചിന്തനമല്ല, മറിച്ച് സുന്നികൾ അംഗീകരിക്കുന്ന കിതാബിലാണ് പറയുന്നത്. ഇബ്നു ഹജറാണ് പറയുന്നത്, കേട്ടോ, അസ്ലു അമലിൽ മൗലിദി ബിദ്അ ലം തുൻഖൽ അൻ അഹദിൻ മിനസ് സലഫി സ്വാലിഹി മിനൽ ഖുറൂനി സലാസ. 3 ഉത്തമ നൂറ്റാണ്ടുകളിൽ നിന്ന് തലമുറയായി കൈമാറി വന്നിട്ടില്ല അത്. അവർ സലഫു സ്വാലിഹീങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ആചാരമല്ല അത് എന്നാര് പറയുന്നു? ഇബ്നു ഹജർ പറയുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളെ മുസ്ലിയാക്കന്മാർ ഞാൻ പറഞ്ഞല്ലോ പരമ്പര പറയാറുണ്ട്. മൗലിദിന്റെ വിഷയത്തിൽ മുസ്ലിയാക്കന്മാർക്ക് പരമ്പര ഇല്ല. ചില മുസ്ലിയാക്കന്മാർ വലിയ ദമ്മില് പ്രസംഗിക്കും. ഈ പാവപ്പെട്ട സാധുവായ ഞാൻ ഈ വേദിയിൽ വെച്ചൊരു ചങ്ങല കുലുക്കിയാൽ, ഒരു കയറ് കുലുക്കിയാൽ റസൂലുള്ളാഹിൽ എത്തിച്ചേരുന്ന പരമ്പരയുണ്ട്, അത് സുന്നികൾക്ക് മാത്രമാണുള്ളത് എന്നൊക്കെ ചില മുസ്ലിയാക്കന്മാര് പറയാറുണ്ട്. മൗലിദിന്റെ വിഷയത്തിൽ മറ്റു വിഷയങ്ങളെ പോലെ തന്നെ ഈ മുസ്ലിയാക്കന്മാർക്ക് പരമ്പരയില്ല, സനദവകാശപ്പെടാൻ സാധ്യമല്ല എന്നാണ് ഇബ്നു ഹജറിന്റെ ഉദ്ധരണിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾ പരിശോധിക്ക്, ഇമാം ഫാഖഹാനി പറയുന്നത് എന്താണെന്നറിയാമോ? സുയൂത്തി തന്നെ ഉദ്ധരിക്കുന്നുണ്ട്, വിമർശിക്കാനാണെങ്കിലും ഫാഖഹാനി പറഞ്ഞത് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. എന്താ? ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബി വലാ സുന്ന. ഈ മൗലിദാഘോഷത്തിന് ഒരു അസ്ലും ഖുർആനിലോ സുന്നത്തിലോ നാം കണ്ടിട്ടില്ല എന്നിട്ട് അദ്ദേഹം പറയുന്നു, വലാ യുൻഖലു അമലുഹു മിൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ. ഈ മുസ്ലിം സമൂഹത്തിന്റെ പണ്ഡിതന്മാരിൽ നിന്ന് ഒരാളിലും അങ്ങനെ ഒരു ഏർപ്പാട് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ബൽ ഹുവ ബിദ്അത്തുൻ, മറിച്ച് അത് ബിദ്അത്താണ്. അഹ്ദഥുൽ ബത്വാലൂന വശഹ്വതു നഫ്സിൻ, അതുണ്ടാക്കിയത് തെറ്റ് മാത്രം ചെയ്യുന്ന, അതേപോലെ ദേഹേച്ഛയുമായി നടക്കുന്ന ആളുകൾ ഉണ്ടാക്കിയ ഏർപ്പാടാണ്. ചില മുസ്ലിയാക്കന്മാർ, അല്ല ചില തീറ്റക്കൊതിയന്മാരായ ആളുകള് അവര് പരിപോഷിപ്പിച്ച് കൊണ്ടു നടന്നതാണ് ആ കാര്യം എന്നാര് പറയുന്നു? മുജാഹിദുകളല്ല, ഇമാം ഫാഖഹാനിയാണ് പറയുന്നത്. ഇതിനെ സുയൂത്തി വിമർശിക്കുന്നുണ്ട്. ഇനി മുസ്ലിയാക്കന്മാര് മറുപടി ഉണ്ടെങ്കിൽ പറയും. ഞാൻ പറയുന്നു സുയൂത്തിയുടേതല്ല നമ്മൾ തെളിവാക്കുന്നത്. ഫാഖഹാനി പറഞ്ഞില്ലേ, സുയൂത്തി നബിദിനത്തിന്റെ അതിന്റെ മധു കുറെ പറഞ്ഞ ആളാണ്, കുറെ അങ്ങനത്തെ എഴുതി വെച്ച ആളാണ് സുയൂത്തി. പക്ഷേ റസൂലുള്ളാഹിന്റെ കാലത്ത് ഏർപ്പാടില്ല എന്ന് സുയൂത്തിയും സമ്മതിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇങ്ങനൊരു ഏർപ്പാട് ഇല്ല. റസൂലുള്ളാഹി ആഘോഷിച്ചിട്ടില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ കുഴിപ്പുറത്തുള്ള സാധാരണക്കാരായ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്ക്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. ആ അബൂബക്കർ സിദ്ദീഖിന്റെ കൂടെ അല്ലേ നമുക്ക് സ്വർഗത്തിൽ പോവേണ്ടത്? അല്ലേ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആഘോഷിച്ചിട്ടില്ല, ഒരൊറ്റ സഹാബിയും ആഘോഷിച്ചിട്ടില്ല. അവർക്കൊപ്പം സ്വർഗത്തിൽ പോകണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? സാധിക്കുമോ നമുക്ക്? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇനി നോക്ക്, നിങ്ങള് സുന്നികൾ തന്നെ അംഗീകരിക്കുന്നില്ലേ റസൂലുള്ളാഹിന്റെ കാലത്ത് ഇതില്ല? സുന്നികൾ സമ്മതിച്ചിട്ടുണ്ട്. നമുക്കറിയാം, തഴവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ എന്ന് പറയുന്ന സുന്നി പണ്ഡിതനുണ്ട്. അദ്ദേഹം തന്റെ അൽ മവാഹിബുൽ ജലിയ എന്ന ബൈത്തിന്റെ കിതാബിൽ പറഞ്ഞില്ലേ, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. മൗലിദ് കഴിക്ക എന്ന ഏർപ്പാട് അത് മുമ്പില്ലാത്ത ഏർപ്പാടാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് ഏർപ്പാടില്ല, സഹാബത്തിന്റെ കാലത്ത് ഏർപ്പാടില്ല, താബീഈങ്ങളുടെ കാലത്ത് ഏർപ്പാടില്ല. അത് ഹിജ്റ 300 ശേഷം വന്നതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാണ്. എന്നിട്ട് തഴവ പറയുന്നു, ഞാനത് വെറുതെ പറയുന്നതല്ല, മറിച്ച് ഇമാം സഖാവി പറഞ്ഞിട്ടുണ്ട്, അസ്സീറത്തുൽ ഹൽബിയ എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, 1-ാം വാള്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇമാം സഖാവി അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ സഖാഫികൾ പറയുന്നതോ, സഖാഫികൾ പറയാണ് എന്ത് മൗലിദ് ആഘോഷിക്കണം. ഇമാം സഖാവി പറഞ്ഞത് റസൂലുള്ളാഹിന്റെ കാലത്തില്ല. അപ്പൊ സഹോദരങ്ങളെ, റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്തൊരു ഏർപ്പാട് ഇന്ന് നമ്മൾ ചെയ്യണോ, ചെയ്യാൻ പറ്റുമോ? ഇല്ലെന്ന് കീശേരിക്കാരൻ മുസ്ലിയാര് പോലും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തും 72 വിഭാഗം എന്ന പുസ്തകത്തിൽ പറഞ്ഞതല്ലേ.
അല്ലേ? നല്ലതാണെന്ന് വിചാരിച്ചുണ്ടാക്കാൻ പാടില്ല എന്ന്, പുണ്യകർമ്മമാണെന്ന് വിചാരിച്ചുകൊണ്ട് റസൂൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് ഇവിടെ ഇബ്നു ഹജർ പറഞ്ഞതല്ലേ, പൊന്മള ഉദ്ധരിച്ചതല്ലേ, അതേപോലെ തന്നെ ഇമാം മാലിക് പറഞ്ഞതല്ലേ? ഇതല്ലേ മുജാഹിദുകൾ പറഞ്ഞിട്ടുള്ളൂ. ഇത് പറഞ്ഞാൽ മുസ്ലിയാക്കന്മാർക്ക് ഒരു മറുപടി ഉണ്ട്, അത് കൂടെ നമ്മൾ അഡ്വാൻസ് ആയി കാണണം. മുജാഹിദ് അതിന്റെ ബാക്കി ഭാഗം കൂടെ വായിക്കണം എന്ന് പറയും. അതിന്റെ തഴവന്റെ ബെയ്ത്തിന്റെ ബാക്കി ഞാൻ പറയട്ടെ. തഴവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ മുജാഹിദല്ല, അയാൾ സുന്നിയാണ്. മൗലിദ് ആഘോഷിക്കണമെന്ന് പറഞ്ഞ ആളാണ്, മൗലിദിന്റെ പോരിശ കുറെ പറഞ്ഞ ആളാണ്. അതേപോലെ മലിക്കുൽ മുളഫറാണ് ഉണ്ടാക്കിയതെന്നും അങ്ങനെ അന്നുണ്ടായിരുന്ന കുറെ മൗലിദാഘോഷത്തിന്റെ ഏർപ്പാടൊക്കെ വിവരിച്ച ആളാണ്. മൗലിദ് ആഘോഷിച്ച ആളാണ് തഴവ. മൗലിദ് ആഘോഷിക്കണമെന്ന് പറഞ്ഞ ആളാണ് തഴവ. മൗലിദ് തെറ്റാണെന്ന് പറഞ്ഞ ആളല്ല തഴവ. പിന്നെ എന്തിനാ മുജാഹിദ് തെളിവാക്കിയെന്നറിയുമോ? റസൂലുള്ളാഹിന്റെ കാലത്ത് ഏർപ്പാടില്ല, സഹാബത്തിന്റെ കാലത്ത് ഏർപ്പാടില്ല, റസൂൽ ചെയ്തിട്ടില്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടില്ല, ഉമർ ഫാറൂഖ് ചെയ്തിട്ടില്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവോ അലി റളിയല്ലാഹു അൻഹുവോ ഇവരാരും ഈ മൗലിദ് ആഘോഷം നടത്തിയിട്ടില്ല. അതിന് തെളിവാണ് ഇയാളുടെ തഴവയുടെ ബൈത്ത് എന്നതാണ് മുജാഹിദുകൾ ഈ വിഷയത്തിൽ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. മുസ്ലിയാക്കന്മാർ മറുപടി പറയും, അതിന് ബാക്കി കൂടെ പാടം, ബാക്കിയുള്ള മൗലിദ് കഴിക്കണം എന്നാണ്. കഴിച്ച മൗലിദിന്റെ പോരിശയാണ് ഞങ്ങൾ പറയുന്നത്. ആ മൗലിദ് കഴിക്കണമെന്ന് പറഞ്ഞ തഴവ, മൗലിദ് കഴിച്ചോ എന്ന് പറയുന്ന തഴവ, കഴിച്ച തഴവ, അയാൾ പോലും പറഞ്ഞു പോയി റസൂലുള്ളാഹിന്റെ കാലത്ത് ഏർപ്പാടില്ല. ഇനി നിങ്ങൾ നോക്ക്, സുന്നി വോയിസ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണം പേര് പോലെ തന്നെ സുന്നികളുടെ പ്രസിദ്ധീകരണമാണ്. അതിൽ പറയുന്നത് എന്താണെന്നറിയാമോ? സുന്നി വോയിസ് 2000 ജൂലൈ 16 മുതൽ 31 വരെയുള്ള സുന്നി വോയിസ് മൗലിദ് പണ്ഡിത നിലപാടുകൾ എന്നൊരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ പറയുകയാണ്, ഇതിന്റെ 26ാമത്തെ പേജിൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ ഹൈതമി എന്ന് പറഞ്ഞുകൊണ്ടാണ്, അത് അസ്ഖലാനിയാണ്, തെറ്റിയതാവും. അതിലിങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ്, മുകളിൽ പറഞ്ഞ അതേ ഗ്രന്ഥത്തിൽ ഇമാം സുയൂത്തി പറഞ്ഞു, ഒരാൾ മൗലിദാഘോഷത്തെപ്പറ്റി ഇബ്നു ഹജർ എന്നവരോട് ചോദിക്കുകയുണ്ടായി. ഇബ്നു ഹജർ മറുപടി പറഞ്ഞു, അടിസ്ഥാനപരമായി മൗലിദ് ബിദ്അത്താണ്. അടിസ്ഥാനപരമായി മൗലിദ് ബിദ്അത്താണ്. ആദ്യ 3 നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായി മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരം അല്ല അത്. ആചാരമല്ല അത്. ആചാരാണെന്നല്ല പറയുന്നത് സുന്നി വോയിസില്. അപ്പൊ സഹോദരാ, അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ഇങ്ങനെ കൈമാറി വന്ന ആചാരമല്ല. ഞാൻ പറഞ്ഞല്ലോ, റസൂലുള്ളാഹിയിലേക്ക് എത്തുന്ന പരമ്പര ചില മുസ്ലിയാക്കന്മാര് പറയാറുണ്ട്. ആ പരമ്പര കള്ള പരമ്പരയാണെന്ന് ബോധ്യമായില്ലേ നിങ്ങൾക്ക്? ബോധ്യമായില്ലേ? ആ റസൂലുള്ളാഹിയിലേക്ക് എത്തുന്ന പരമ്പര ഇല്ല മൗലിദിന്റെ വിഷയത്തില്. സുന്നി വോയിസാ പറയുന്നത്. 2000 ജൂലൈ 16 മുതൽ 31 വരെ. നിങ്ങൾ ചിന്തിക്കണം. ഞാൻ പറയട്ടെ, ഇവിടെ മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരമാണെന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ മൗലിദാഘോഷത്തിന് മുജാഹിദുകൾ തയ്യാറാകുമായിരുന്നു. എന്തുകൊണ്ട് മുജാഹിദുകൾ റബീഉൽ അവ്വൽ മാസത്തിൽ ആഘോഷം നടത്തുന്നില്ല എന്നോ? നടത്താത്തത് അത് ഇസ്ലാമിൽ സ്ഥിരപ്പെടാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ട് മുജാഹിദുകൾ ഈ 2 പെരുന്നാളുകൾ ആഘോഷിക്കുന്നു? നിങ്ങൾ ചിന്തിച്ചോ? എന്തുകൊണ്ട് മുജാഹിദുകൾ 2 പെരുന്നാൾ ആഘോഷിക്കുന്നു? അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഇന്നേ വരെ കൈമാറി വന്ന ആചാരമാണ്. അങ്ങനത്തെ സ്ഥിരമായി വന്നിട്ടുള്ള, അല്ലെങ്കിൽ റസൂലുള്ളാഹിയുടെ കാലം മുതൽ കൈമാറി വന്ന ആചാരം അല്ല റബീഉൽ അവ്വൽ ആഘോഷമെന്ന് സുന്നി പണ്ഡിതന്മാർ പോലും പറയുമ്പോ, സഹോദരങ്ങളെ, നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ? നല്ലതല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പാടില്ല എന്ന് മുസ്ലിയാക്കൾ തന്നെ പറഞ്ഞ് ഞാൻ ഉദ്ധരിച്ചല്ലോ. ഇനി നമ്മൾ ചിന്തിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത അത്തരം ഏർപ്പാടുകൾ ഇസ്ലാമിന്റെ മേൽ ചെയ്യാൻ നമുക്ക് നിർവാഹമില്ല. ഇനി നോക്ക് നിങ്ങൾ, അൽ മുഅല്ലിം മാസിക എന്ന് പറയുന്ന സുന്നികളുടെ മറ്റൊരു പ്രസിദ്ധീകരണമുണ്ട്. അതിലും പറയുകയാണ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അൽ മുഅല്ലിം മാസിക 2006 ഏപ്രിൽ, ഇപ്പൊ ലേറ്റസ്റ്റ് ലക്കമാണ്. ഇതിൽ പറയുന്നു, കേട്ടോ, ഇതിന്റെ 7ാമത്തെ പേജിൽ, ഇനി നമുക്ക് നബിദിനം ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, ശരിക്കും കേട്ടോ, ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല. റസൂലുള്ളാഹിയുടെ കാലത്ത് ഈ ഏർപ്പാട് നിലവിലില്ല. അതുകൊണ്ട് തന്നെ
അതിനെക്കുറിച്ച് തിരുമേനി വ്യക്തമായി ഒന്നും നിർദ്ദേശിച്ചിട്ടും ഇല്ല. പിന്നെ മൂപ്പര് പക്ഷേ എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ട്. അത് മൂപ്പര വക. ഇത് മൂപ്പര് സമ്മതിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഏർപ്പാടില്ല, സഹാബത്തിന്റെ കാലത്ത് ഏർപ്പാടില്ല, റസൂൽ ഒന്നും ഇത് പറഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, റസൂല് ഇങ്ങനൊരു നിർദ്ദേശം വെച്ചിട്ടില്ല എന്ന് വരുമ്പോ പിന്നെ നമ്മൾ ചെയ്യാൻ പാടുണ്ടോ? നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കും ചെയ്യാമായിരുന്നു. പഠിപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ട് ചെയ്യാൻ നമുക്ക് നിർവാഹമില്ല. ഇനിയും നോക്കൂ, നിങ്ങൾ സുന്നികൾ സമ്മതിക്കുന്നത് ഇനിയും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. എന്താണെന്നറിയുമോ? സുന്നികളുടെ തന്നെ പ്രസിദ്ധീകരണമായ സുന്നി അഫ്കാർ 1999 ജൂൺ 23 അതിൽ പറയുകയാണ്. നിങ്ങൾ കേട്ടോ, 23-ാമത്തെ പേജിൽ ഇമാം നവവി റഹ്മഹുല്ലയുടെ വന്യ ഗുരുനാഥനും പ്രസിദ്ധ പണ്ഡിതനുമായ ഇമാം അബൂ ശാമ റഹ്മഹുല്ല പറഞ്ഞത് ഇപ്രകാരം സംഗ്രഹിക്കാം. കേട്ടോളെ, വർഷം തോറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടന്നു വരുന്ന ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും സന്തോഷ പ്രകടനങ്ങളും അലങ്കാരങ്ങളുമെല്ലാം നമ്മുടെ കാലത്തുണ്ടായ ഏറ്റവും പുത്തനാചാരങ്ങളാണ്, ഏറ്റവും നല്ല പുത്തനാചാരങ്ങളാണ്. എങ്ങനെ? നമ്മുടെ കാലത്തുണ്ടായ. ആരാ പറയുന്നത്? ഇമാം അബൂ ശാമ. നല്ലത് പറഞ്ഞിട്ട് മൂപ്പര വക പറഞ്ഞിട്ട് പറയാണ്. ഏതായിരുന്നാലും ഇമാം അബൂ ശാമയുടെ കാലത്തുണ്ടായ ഏർപ്പാടാണെന്നാ പറയുന്നത്. ഇനി എന്നാണ് ഇമാം അബൂ ശാമയുടെ കാലം? അതും കൂടെ പരിശോധിച്ചാൽ കാര്യം വ്യക്തമായി. അതും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇസ്ലാമിക വിജ്ഞാനകോശം 1-ാം വാള്യം, പിന്നെ അതിന്റെ പൂങ്കാവനം പബ്ലിക്കേഷൻസ് കോഴിക്കോട് ഇറക്കിയിട്ടുള്ള ഇസ്ലാമിക വിജ്ഞാനകോശം 1-ാം വാള്യം അതിന്റെ 511-ാമത്തെ പേജിൽ കാണാൻ സാധിക്കും. അബൂ ശാമ എന്ന് പറഞ്ഞ് പറയുകയാണ്, അറബി ചരിത്രകാരൻ അൽ മുഖ്ദിസി എന്ന പേരിൽ അറിയപ്പെട്ടു. ശിഹാബുദ്ദീൻ അബുൽ ഖാസിം അബ്ദുറഹ്മാൻ ഇബ്നു ഇസ്മായിൽ അൽ മുഖ്ദിസി എന്ന് പൂർണ്ണനാമം. കേട്ടോ, 600, അതായത് ഹിജ്റ 600, ക്രിസ്താബ്ദം 1203 ജനുവരി 10 ദമാസ്കസിൽ ജനിച്ചു. അപ്പൊ ഹിജ്റ 600 ജനിച്ച അബൂ ശാമയുടെ കാലത്താണ് എന്തുണ്ടായത്? ഈ ഏർപ്പാടുണ്ടായത്. ഹിജ്റ 300 കഴിഞ്ഞു, 400 കഴിഞ്ഞു, 500 കഴിഞ്ഞു, 600-ലാണത്രേ ഈ ഏർപ്പാടുണ്ടായത്. 1203 അല്ലേ അന്ന് ഉണ്ടായത് എന്നാ പറഞ്ഞത്. ആലോചിച്ചു. ഈ നിലക്കുണ്ടായ ഏർപ്പാട് ഇത് നമ്മൾ ചെയ്യണോ സഹോദരങ്ങളെ? ഇസ്ലാം ദീനിൽ എന്ത് രേഖയാണ് ഇതിനുള്ളത്? റസൂലുള്ളാഹിയുടെ കാലത്തില്ലാത്ത ഈ കാര്യം അത് പുണ്യകർമ്മമാണെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യാൻ രേഖയുണ്ടോ? ഇല്ല എന്നത് ഒരിക്കൽ കൂടെ നിങ്ങൾ മനസ്സിലാക്കി. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇസ്ലാമിലെ ആഘോഷങ്ങൾ, ഇസ്ലാമിലെ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട ആഘോഷങ്ങൾ ഏതാണ്? എല്ലാവർക്കും അറിയാം, 2 പെരുന്നാൾ ആഘോഷമാണ് ഇസ്ലാമുള്ളത്. സുന്നികൾ പോലും സമ്മതിച്ചിട്ടുണ്ട്. ഇസ്ലാമിലെ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഏതാണെന്ന് സുന്നികൾ പോലും സമ്മതിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, 2 പെരുന്നാളുകളാണ് മുസ്ലിങ്ങളുടെ ആഘോഷമെന്ന് സുന്നികൾ തന്നെ പറഞ്ഞു. സുന്നി വോയിസ് 1987 മെയ് 22 വെള്ളി ആ സുന്നി വോയിസിൽ പറയുകയാണ്. നിങ്ങൾ കേട്ടോ, പ്രകൃതി മതമായ ഇസ്ലാം ആഘോഷിക്കാനുള്ള മനുഷ്യന്റെ ആഗ്രഹം വകവെച്ചു കൊടുത്തിട്ടുണ്ട്. ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയുമാണ് ഇസ്ലാമിലെ പ്രധാന ആഘോഷങ്ങൾ. നേരത്തെ പറഞ്ഞത് അതിനേക്കാളും വലിയ ആഘോഷമാണ് റബീഉൽ അവ്വൽ. ഇവിടെ പറഞ്ഞതോ പ്രധാന ആഘോഷം ഇത് രണ്ടുമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ ഈ സത്യം അവർ സംഭവിച്ചിട്ടുണ്ട്. ഇസ്ലാമിലെ ആഘോഷങ്ങൾ ഇതാണ്. ഇതിൽ മാത്രമല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ചന്ദ്രികയിൽ 2002 സെപ്റ്റംബർ 7 ശനിയാഴ്ച ഒരു സഖാഫി എഴുതുകയാണ്. ഖാജ മുഹീദ്ദീൻ സഖാഫി എന്ന് പറയുന്ന ആള് ചന്ദ്രികയുടെ ശബ്ദത്തിൽ എഴുതുകയാണ്. ആ വാചകം കൂടെ നിങ്ങൾക്ക് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഓണാഘോഷവും മുസ്ലിങ്ങളും എന്ന കുറിപ്പാണ് ശബ്ദത്തിൽ വന്നിട്ടുള്ളത്. അതിൽ പറയുന്നു, മുസ്ലിങ്ങൾക്ക് 2 ആഘോഷങ്ങളാണുള്ളത്. ഇതുതന്നെ ഇസ്ലാം നിഷ്കർഷിച്ച രൂപത്തിലും രീതിയിലും മാത്രമേ പാടുള്ളൂ. എന്നാൽ
മറ്റേതെങ്കിലും മതത്തിന്റെ ആഘോഷ ദിവസങ്ങളിൽ മുസ്ലിങ്ങൾക്ക് പങ്കുചേരാൻ പാടുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പൊ എന്താ, ഇസ്ലാമിൽ 2 ആഘോഷങ്ങളേ ഉള്ളൂ. ഏതാണത്? ഈ റബീഉൽ അവ്വൽ ആഘോഷമല്ല, മൗലിദാഘോഷമല്ല, മറിച്ച് 2 പെരുന്നാളുകളാണെന്ന കാര്യം ഇതിലെല്ലാം തന്നെ വളരെ വ്യക്തമായി വരുന്നുണ്ട്.